സദാശിവസമാരംഭാം ഭാഷോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ ഈശ്വരോ ഗുരുഭേദവിഭാഗി വ്യോമവ്യക്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. നാലാധികം കഥം പുനരേത് പത്നീമിതി ഉച്യതേതഃ വൈ ലോകേ പദേന ഗവാദിഖുരാങ്കിതോ ദേശ പദമിത്യുച്യതേ തേന പദേന നഷ്ടം വിവിത്സിതം പശ്യം പദേന അന്വേഷ്യമാണോ അനുവിന്ദേത് ലഭേത ഏവം ആത്മനി ലബ്ധേ സർവം അനുലഭത ഇത്യർത്ഥഃ. ഇതാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. എന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു. പദം ഗവാദിഖുരാങ്കിതോദേശ, പശുവിന്റെ കാൽപ്പാട് കണ്ടിട്ട് പശുവിനെ കണ്ടെത്തുന്നത് പോലെ ഇവിടെ എന്താണ് യഥാ ഗവാത്മന സാക്ഷാ ഗാംബിന്ദേ ഗോപതാനുഗ, ഗോപദത്തെ അനുഗമനം ചെയ്യുന്നവൻ, അതിനെ തുടർന്ന് അന്വേഷിക്കുന്നവൻ എങ്ങനെയാണ് സാക്ഷാത് ഗവാത്മനാവിന്റെ ശരിക്കും ആ പശുവിനെ തന്നെ കാണുന്ന അതുപോലെ പ്രത്യേക ചൈതന്യസൃത്യ ഏവം വെന്തേ തത്പരമം പദം. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പ്രത്യേക ചൈതന്യസരൻ, പ്രത്യേക ചൈതന്യം ശ്രോതാവിന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന ചൈതന്യം, ആ ചൈതന്യസൃതി നിങ്ങൾ പറഞ്ഞു. ആ ചൈതന്യ ശോധന, അതിനെ ഗ്രഹിക്കുന്നതിലൂടെ വിന്ദേ തത് പരമം പദം, ആ പരമമായ പദത്തെ പ്രാപിക്കുന്നു. അതിന് പ്രത്യേക ചൈതന്യത്തെ ഗ്രഹിച്ചാൽ എങ്ങനെ പരമപദത്തെ ഗ്രഹിക്കാതെ നടത്തു പറയുന്നു. പ്രത്യേകതയാ യഥാഭാതി യാഗമാപായി സാക്ഷിത ദേഹേന്ദ്രിയ മനോധീഷു ചൈതന്യാഭാസരൂപകം. ആ പ്രത്യേക ചൈതന്യത്തെ എങ്ങനെ അറിയണം എന്ന് പറയുന്നു. പ്രത്യേകതയാ യഥാഭാതി, അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? പ്രത്യേക രൂപത്തിൽ, സ്വസ്വരൂപത്തിൽ അറിയുന്നവന്റെ അറിവായി അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? ദേഹേന്ദ്രിയ മനോധീഷു ആഗമാപായി സാക്ഷിത ചൈതന്യാഭാസരൂപം. ദേഹേന്ദ്രിയ മനസ്സ്, ഇവയിലെല്ലാത്തിനും ബുദ്ധി, ഇതിലെല്ലാം ആ ചൈതന്യമുണ്ട്. ദേഹേന്ദ്രിയ മനസ്സുകളിൽ ആ ചൈതന്യ താതാത്മ്യം കൊണ്ട് ചൈതന്യത്തെ അനുഭവിക്കുന്നു. ആണ് ചൈതന്യാഭാസരൂപം. ചൈതന്യം അനുഭവപ്പെടുന്നു. കാരണം ശരീരത്തെ ഇപ്പോൾ അറിയുന്നു ചൈതന്യവത്തായി. അത് ചൈതന്യ താതാത്മ്യ ശരീരത്തെ വന്നതുകൊണ്ടാണ്.
ഏത് ശരീരത്തിൽ ചൈതന്യ താതാത്മ്യം വരുന്നു അവിടെ അതിന് ചൈതന്യവത്തായി അറിയുന്നു. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ജീവനുണ്ടെന്ന് പറയുന്നു. ഈ ശരീരത്തിൽ ജീവനുണ്ട്. ശരീരത്തിൽ ജീവന്റെ സാന്നിധ്യത്തെ അറിയുന്നത് പ്രാണവ്യാപാരം കൊണ്ട് മുഖ്യമായിട്ട് പ്രാണസാന്നിധ്യം ശരീരത്തിലുണ്ട്. പക്ഷെ ഇവിടെ പ്രാണസാന്നിധ്യം പോലും അറിയുന്നത് എന്തുകൊണ്ട്? ചൈതന്യം കൊണ്ടാണ്. പ്രാണനെയും ഗ്രഹിക്കുന്ന ചൈതന്യം. അപ്പോൾ പ്രാണനല്ല ചൈതന്യം എന്ന് പറഞ്ഞു. പ്രാണനെയും ഗ്രഹിക്കുന്ന ബോധം. എന്ത് ശരീരം പ്രാണനുള്ളതാണ് എന്ന് ഗ്രഹിക്കുന്ന ബോധം. ആ ബോധം തന്നെ എന്റെ ശരീരം എന്ന് ഗ്രഹിക്കുന്നത്. ആ ബോധം തന്നെയാണ് ശരീരത്തിൽ ഞാനെന്ന് അഭിമാനിക്കുന്നത്. അതിന് ചൈതന്യാഭാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ പ്രാധാന്യം ചൈതന്യത്തിലാണ്. ചൈതന്യം എന്ന് പറഞ്ഞാൽ അറിവിനാണ്. അത് ജാഗ്രത സ്വപ്നങ്ങളിൽ, ജാഗ്രത ശരീരത്തിൽ ചൈതന്യ താതാത്മ്യം വരുന്നു. അതുകൊണ്ട് ശരീര വ്യാപാരങ്ങളെ അറിയുന്നു. സ്വപ്നത്തിൽ ആ സ്വപ്ന ശരീരത്തിൽ അവിടെ ഈ ശരീരമില്ല. അവിടെ ചൈതന്യ താതാത്മ്യം വരുന്നു. അതിനെ ചൈതന്യവത്തായി അറിയുന്നു, ജീവനുള്ളതായി അറിയുന്നു. സുഷുപ്തിയിൽ ശരീരത്തോട് ചൈതന്യ താതാത്മ്യമില്ല, ബോധ താതാത്മ്യം, അധ്യാസം. ജാഗ്രത സ്വപ്നങ്ങളിൽ എങ്ങനെയാണോ അനുഭവപ്പെടുന്ന ആ തരത്തിൽ അവിടെ ഇല്ല. അതുകൊണ്ടവിടെ സുപ്തനെ സംബന്ധിച്ച് ചൈതന്യവത്തായ ഒരു ശരീരമില്ല, പ്രാണനുള്ള ശരീരമില്ല. അവിടെ ദേഹേന്ദ്രിയ മനോധി ഇതിലൊന്നിനും തന്നെ ചൈതന്യത്തിന്റെ അനുഭവമില്ല. അത് ഈ ചൈതന്യം ശരീരത്തിനും മറ്റും സർവത്ര വ്യാപിച്ചനുഭവപ്പെടുന്നുണ്ടെങ്കിലും ബുദ്ധിയിലത് നേരിട്ട് അറിവായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഓരോന്നിനെയും അറിയുന്ന അറിവായിട്ട്. ശരീരത്തെ മറ്റും സംബന്ധിക്കുമ്പോൾ ശരീരദ്വാരല്ല, ശാരീരികമായ സംവേദനങ്ങളിലൂടെ അതിനറിയും. തലയ്ക്ക് വേദന വരുന്നു, കാലിന് വേദന വരുന്നു, സുഖം വരുന്നു. അങ്ങനെ ആ സുഖദുഃഖാദി ശരീരസംബന്ധിയായി സുഖദുഃഖാദി അനുഭവങ്ങളിലൂടെ അതിനെ അറിയുന്നു, ശരീരത്തെ അതറിയുന്നു. മനസ്സിലാണെങ്കിൽ നേരിട്ട് സുഖപ്രത്യക്ഷം, ദുഃഖപ്രത്യക്ഷം ആ രീതിയിൽ അറിയുന്നു. സങ്കല്പ വികല്പങ്ങൾ അവിടെ സുഹൃത്തിയിലൊന്നുമില്ല. പക്ഷെ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ഈ അനുഭവം. ചൈതന്യമാണെങ്കിലോ ആഗമാപായി സാക്ഷിത, ആഗമാപായികൾക്കെല്ലാം ഇങ്ങനെ വന്നുപോകുന്ന സുഖദുഃഖങ്ങൾ, ഇതിനെല്ലാം സാക്ഷിയായി അറിവെന്നുള്ള ഏകരൂപത്തിൽ സാക്ഷി എന്ന് പറയുന്നത് ഇവിടെ സർവത്ര ശാരീരികമോ മാനസികമോ ബൗദ്ധികമോ എല്ലാ വികാരങ്ങളിലും ഏകരൂപത്തിലിരിക്കുന്നത് അറിവ്. അറിവിലെ വികാരങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു യഥാഭാതി. അങ്ങനെ എത്തിച്ചേരുന്ന അവിടെ അറിവിലാണ്. അതാണ് ത്വം പദാർത്ഥ ശോധന എന്ന് നേരത്തെ പറഞ്ഞത്. എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അറിവ്, സർവസാക്ഷിയായി ഇരിക്കുന്ന അറിവ്, അതിനെയാണ് അഹമഹം എന്ന് താൻ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അറിവല്ലാതെ എന്താ അഹം എന്നുള്ളത് അനുഭവത്തിൽ. അത് കേവലം അറിവിന്റെ സ്വരൂപമാണ്. പക്ഷെ അത് പിന്നീട് എന്റേതെന്ന് മാറുന്നു.
അത് ശരീരമായി മാറുന്നു, ഞാൻ, ഈ ഞാൻ, ഇങ്ങനെ അതിന് മാറ്റം സംഭവിക്കുന്നു. അതിന് ചൈതന്യാഭാസം എന്ന് പറയുന്നു. അത് കേവലമായിരിക്കുന്നു. ചൈതന്യാഭാസം സംഭവിക്കുന്നത് ജാഗ്രത സ്വപ്നങ്ങൾ. അത് കേവലമായിരിക്കുന്നത് സുഷുപ്തിയിൽ. അതിനറിയുന്നതിനുള്ള ഏറ്റവും ഈ ചൈതന്യാഭാസം കൂടാതെ അതിന്റെ സ്വരൂപത്തിൽ അറിയുന്നതിനുള്ള ഏറ്റവും നല്ല സ്ഥാന സുഷുപ്തിയാണ്. അവിടെ എന്ത് ചെയ്യുന്നു? അത് പ്രത്യക്തയ ആന്തരികമായി ഏകരൂപത്തിൽ. അവിടെ അതിന് സാക്ഷി എന്നുകൂടി പറയാൻ വയ്യ. അവിടെ കേവലം പ്രത്യേക ജാഗ്രത സ്വപ്നങ്ങളുടെ സാക്ഷി എന്ന് പറയും. കാരണം സാക്ഷ്യമുണ്ട്. സാക്ഷിക്ക് വിഷയമായിരിക്കുന്നത് സാക്ഷി പ്രകാശിപ്പിക്കുന്നതാണ് സാക്ഷി. അവിടെ സാക്ഷ്യമായി ഒന്നുമില്ല. അവിടെ കേവല പ്രത്യക്ഷമായിരിക്കുന്നു. അതാണ് പ്രത്യക്ഷയ യഥാഭാതി. അത് സുഷുപ്തിയിലെ സ്ഥിതി. ജാഗ്രത സ്വപ്നങ്ങളിൽ ആഗമാപായി സാക്ഷിത ദേഹേന്ദ്രിയ മനോധ്യവേഷു ചൈതന്യാഭാസരൂപം. ആ പ്രത്യക് രൂപത്തിൽ ഇരിക്കുന്നതാണ് ത്വം പദാർത്ഥം. ശ്രുതി തത്വമസി എന്ന് പറയുന്നതിൽ ത്വം എന്നുള്ള ശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്നത് ആ പ്രത്യക് രൂപത്തെയാണ്. എന്നറിഞ്ഞാൽ പിന്നീടൊന്നും അറിയാനില്ല. അത് തന്നെയാണ്. വിശേഷിച്ച് പിന്നെ പരനെ അറിയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അത് പരനാണ്. പ്രത്യക് രൂപം അത് സ്വയം പരനാണ്. അതെങ്ങനെ പരമാകും? ആദ്യം പ്രത്യക് രൂപത്തെ കാണുക, പിന്നീട് പരനെ സാക്ഷാത്കരിക്കുക. അങ്ങനെയല്ല ഇവിടെ പറയുന്നു. ആദ്യം ത്വം പദാർത്ഥത്തെ ഗ്രഹിക്കുക, പിന്നെ തത്പദാർത്ഥത്തെ മനസ്സിലാക്കുക. അങ്ങനെയല്ല. ആ ത്വം പദാർത്ഥം തന്നെയാണ് തത്പദാർത്ഥം. ത്വം പദാർത്ഥത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അറിയാനൊന്നും ശേഷിക്കുന്നില്ല. അത് തന്നെ തത്പദാർത്ഥം. എന്തുകൊണ്ട്? അതാണ് അടുത്ത് പറയുന്നത്. ജഡേഷ്വേകം അനേകേഷു കൂടസ്ഥം ക്ഷണഭംഗിഷു അനാത്മസു തഥാചാത്മാ സംഹതേഷു ക്യസംഹതഃ. ഈ ത്വം പദാർത്ഥമായിരിക്കുന്ന ആ പ്രത്യേക എങ്ങനെയാണ്? ജഡേഷു അജഡം. ജഡമായിരിക്കുന്ന ഈ അനുഭവങ്ങളിലെല്ലാം, അനുഭവ വിഷയങ്ങളിലെല്ലാം അജഡമായിരിക്കുന്നത് ഏതെന്നാണോ ഈ ജഡത്തെയെല്ലാം പ്രകാശിപ്പിക്കുന്നത്, ചൈതന്യരഹിതമായതിനെല്ലാം ചൈതന്യമത്താക്കുന്ന ഇതേതാണോ എന്ന് പറയുന്നു. അത് ഈ ഉള്ളിലിരിക്കുന്ന ചൈതന്യമാണല്ലോ. ഈ ദേഹം അജഡമാണെന്ന് നമുക്ക് അനുഭവമുണ്ട്. സ്വന്തം ദേഹത്തിലല്ലെങ്കിലും അന്യന്റെ ദേഹം കണ്ടിട്ട് പറയും അത് ജഡമായി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ തന്റെ ദേഹത്തിന്റെയും അവസ്ഥ അത് അതും ഈ ചൈതന്യാഭാസമില്ലാതെ മാറിക്കഴിഞ്ഞാൽ അതും ജഡമാണ്. അപ്പോ അങ്ങനെ ജഡമായിരിക്കുന്നത് പരമാർത്ഥത്തിൽ ജഡമായിരിക്കുന്നതാണല്ലോ. അതിൽ ചൈതന്യാഭാസത്തെ കൊടുക്കുന്നത് ഏതാണോ അത് അജഡം. അനേകേഷു ഏകം. അതുപോലെ ഇവിടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ശബ്ദസ്പർശ രൂപരസഗന്ധ രൂപത്തിൽ അനേകമാണ്. അതിനെല്ലാം അറിഞ്ഞുകൊണ്ട് അറിവായിരിക്കുന്നത് ഏകമാണ്. ആ അറിവിന് ഉത്പത്തിക്ഷയങ്ങളില്ല. ശബ്ദസ്പർശ രൂപരസഗന്ധ വിഷയങ്ങൾക്കേ മാറ്റമുള്ളൂ. വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവ് ഏകമാണ്. കൂട്ടസ്ഥം ക്ഷണഭംഗിഷു. ഈ അറിവെല്ലാം ക്ഷണഭംഗിയാണ്. ഉള്ളിൽ ഉദിക്കുന്നു, നശിക്കുന്നു. ഈ നിമിഷം ഒരു അറിവ് നിൽക്കുന്നു, അടുത്ത നിമിഷം അറിവ് പോയി വേറൊന്നു വരുന്നു. അത് ക്ഷണഭംഗിയാണ്. മനസ്സ് അത്യധിക ചഞ്ചലമായ വസ്തുവാണ്. ആ മനസ്സിന് ഒന്നിനും ഒരിടത്ത് സ്ഥായിയായിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് സദാസമയവും സ്ഥൂലമായും സൂക്ഷ്മമായും പരിണമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടത് ക്ഷണഭംഗിയാണ്. മനസ്സ്
സമാധി പോലും പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷണഭംഗിയാണ് മനസ്സ്. അത് അത്യധിക സൂക്ഷ്മമായതുകൊണ്ട് അതിനെ ഈ ക്ഷണം അടുത്ത ക്ഷണം എന്ന് വേർതിരിച്ചറിയാൻ വയ്യ. അതിസൂക്ഷ്മമായിരിക്കുന്നുണ്ട്. സ്ഥൂലമായ ആ മനസ്സിന്റെ പരിണാമം തന്നെയാണ് നമ്മൾ കാലമായി അറിയുന്നത്. ഇന്നലെ, ഇന്ന്, നാളെ എന്നുള്ളത് അത് സ്ഥൂലമായി പരിണമിക്കുന്നു. അത്യധിക സൂക്ഷ്മമായി കഴിഞ്ഞാൽ അവിടെ ഇന്നലെ, ഇന്ന്, നാളെ അങ്ങനെ തിരിച്ചറിയാൻ കഴിയില്ല. ആ സൂക്ഷ്മമായ പരിണാമമാണ് സമാധി. അവിടെ പോലും അത് ക്ഷണഭംഗിയാണ്. അതിന്റെ സ്വഭാവത്തെ ഒരു വസ്തുവിന്റെ സ്വഭാവത്തെ അതിനൊരിക്കലും മാറാൻ കഴിയില്ല. സാമ്യാവസ്ഥയിൽ പോലും അത് അതിസൂക്ഷ്മമായി പരിണമിച്ചുകൊണ്ടേയിരിക്കും. അത് പറയും ആ പരിണാമത്തിന്റെ അത് അവിടെ ബീജരൂപത്തിലുണ്ട് സാമ്യാവസ്ഥയിൽ. ആ സാമ്യാവസ്ഥയുടെ ഒരവസ്ഥാവിശേഷമാണ് സമാധി. അവിടെ പോലും ക്ഷണഭംഗിയാണ്. പക്ഷേ അവിടെയും അറിവ് കൂടസ്ഥമായി തന്നെ ഇരിക്കുന്നു. അനാത്മസു തഥാച ആത്മാ, അനാത്മാവെന്ന് വേർതിരിക്കും. സ്വസ്വരൂപം ആയിരിക്കുന്നത് ആത്മാവ്, ഇവിടെ പറഞ്ഞതുപോലെ ഏകമായിരിക്കുന്നത്, കൂടസ്ഥമായിരിക്കുന്നത് അതാത്മാവ്. ബാക്കി അനുഭവപ്പെടുന്നതെല്ലാം അനാത്മാവാണ്. ഇതം എന്നറിയുന്നതെല്ലാം അനാത്മാവാണ്. ഇത് എന്നറിയുന്നതല്ല. മമ, എന്റേതെന്നറിയുന്നതെല്ലാം അനാത്മാക്കളാണ്. ഈ തരത്തിൽ അനാത്മാക്കളെ അറിയുന്നുണ്ട്. പക്ഷെ ഈ അനാത്മാക്കളിലും എന്താണോ അതിനും ഒരാത്മാവുണ്ട്. അനാത്മാക്കളുടെ ആത്മാവ്, അനാത്മാക്കളുടെ സ്വരൂപം അത് ആത്മാവാണ്. എന്തായി ബാഹ്യമായി എന്തൊക്കെ അറിയപ്പെടുന്നുണ്ടോ, ശബ്ദസ്പർശരൂപരസഗന്ധങ്ങൾ, അതിന്റെ എല്ലാം വാസ്തവം, പരമാർത്ഥം അത് ആത്മാവാണ്. അതാണ് തന്റെ സ്വരൂപം. അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് പല ഭാഗങ്ങളിലും ഇതിനെ അസ്തിത്വവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു. ഗീതാഭാഷ്യത്തിലും മറ്റും ചർച്ച ചെയ്തു. സർവത്ര അസ്തിത്വ അനുഭവമുണ്ട്, അതിനൊരിടത്തും മാറ്റം വരുന്നില്ല. സർവത്ര നമുക്ക് അനുഭവം അനാത്മാനുഭവമാണ്. അതിനെ ചുരുക്കി പറയുന്നതാണ് ശബ്ദസ്പർശരൂപരസഗന്ധാനുഭവം. ആ അനുഭവങ്ങളിലെല്ലാം അസ്തിത്വ അനുഭവമുണ്ട്. അപ്പോൾ അതിനും ഉണ്ട് ആത്മാവ്, അതിനും പരമാർത്ഥമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ പരമാർത്ഥമേ ഉള്ളൂ. അടുത്ത് ഞാൻ അത് പറയും. നമുക്ക് അനാത്മപ്രതീതി ഉണ്ടെങ്കിലും അത് പരമാർത്ഥത്തിന്റെ പ്രതീതിയാണ്. പരമാർത്ഥം പ്രതീതമായപ്പോൾ അത് അനാത്മാവായി അനുഭവപ്പെടുന്നു എന്നേ ഉള്ളൂ. ഇതെല്ലാം പരമാർത്ഥം തന്നെ. അല്ലെങ്കിൽ ജഡത്തിൽ ചൈതന്യം എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? അനാത്മാവിൽ ആത്മാവെന്ന് പറയുന്നത് എന്താ അർത്ഥം? അനാത്മാവാണെങ്കിൽ പിന്നെ അതിൽ ആത്മാവെന്ന് എന്തിനു പറയണം? അനാത്മാവെന്ന് പറഞ്ഞാൽ പോലെ. പക്ഷെ അനാത്മാവിൽ ആത്മാവാണ് പരമാർത്ഥം. അതുകൊണ്ട് അനാത്മാക്കളെല്ലാം ആത്മാവെന്ന് പറയാം. സംഹതേഷു അസംഹത, സംഹതമായി ശരീരേന്ദ്രിയ മനോബുദ്ധികൾ സംഹതമായി കൂടിയിരിക്കുന്നു, പരസ്പരം ചേർന്ന് പ്രവർത്തിക്കുന്നു. ഈ മനസ്സ് ഇവിടെ ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ശരീരം വേണം. ഈ ശരീരത്തിന് ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ മനസ്സ് വേണം. ഇത് പരസ്പര സാപേക്ഷികമായി പ്രവർത്തിക്കാൻ പറ്റും. ഈ മനസ്സിന് ബാഹ്യമായ വിഷയങ്ങളെ ഗ്രഹിക്കാൻ ശരീരത്തിന് സഹായമില്ലാതെ കഴിയില്ല. ഈ ശരീരത്തിന്റെ നിലനിൽപ്പിനെ ഈ മനസ്സിനെ ആശ്രയിച്ചിട്ടാണ്. അങ്ങനെ പരസ്പരം സഹകരിച്ച് സംഹതമായി പ്രവർത്തിക്കുന്ന ഇതിൽ അസംഹതമായിരിക്കുന്നത്, ഇതിനെല്ലാം ചൈതന്യം പകർന്നുകൊണ്ട് ഇതിനോട് ചേരാതിരിക്കുന്നത്. ഇതൊക്കെ എന്തിനെ കുറിച്ച് പറയുന്നു? തന്നെ കുറിച്ച് പറയുന്നു. ഇതിനോട് ചേരാതെ ഒരുവൻ ഉള്ളിലിരിക്കുന്നത് കൊണ്ടാണ് ഇത് ചേർന്ന് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെ കൂട്ടിച്ചേർക്കുന്ന ആരാണ്? അപ്പൊ തന്നെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കുന്നു? അജഡമായി, ഏകമായി,
കൂടസ്ഥമായി, ആത്മാവായി, അസംഹതമായി ആണ് പറയുന്നത്. ഇത്രയും തന്നെ സംബന്ധിച്ച് ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറിവ് അവിടെ അവസാനിക്കുന്നു. പിന്നീട് പദാർത്ഥത്തെ ഗ്രഹിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് ത്വമെന്ന് പറഞ്ഞു? ത്വമെന്ന് പറഞ്ഞതിന് ശേഷം തത്തെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? കാരണം ത്വം പദാർത്ഥത്തെ ഇപ്പോൾ മറിച്ച് ധരിച്ചിരിക്കുന്നു. മറിച്ചെങ്ങനെ ധരിച്ചിരിക്കുന്നു? അനേകമായി, ക്ഷണഭംഗിയായി, അനാത്മാവായി, സംഹതമായി, ജഡമായെല്ലാം ധരിച്ചിരിക്കുന്നു. അതിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ശേഷിക്കുന്നതെന്തോ അത് ത്വംപദമല്ല, തത്പദാർത്ഥമാണ്. അങ്ങനെയുള്ള പരമാർത്ഥത്തെ ത്വംപദാർത്ഥ ശോധനയിലൂടെ ഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ഏതുപോലെ അവാക്യാർത്ഥരൂപസ്യ പദം യദത് പ്രചക്ഷതേ പദ്യതേ അനേന തേനേതം പദമുച്യതേ. നമുക്ക് പറയാം എന്താണ് ത്വം പദാർത്ഥത്തിലൂടെ തത്പദാർത്ഥത്തെ അറിയുക. ത്വം പദാർത്ഥത്തിലൂടെ തത്പദാർത്ഥത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ത്വം പദാർത്ഥവും തത്പദാർത്ഥവും രണ്ടെന്നല്ല, ഒന്ന് തന്നെ. എന്നാലും ത്വം പദാർത്ഥത്തെ ഇപ്പോൾ ഈ സമയത്ത് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അറിയാൻ കഴിയാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ചിന്ത ഇപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ത്വം പദാർത്ഥത്തിൽ നിന്നും അപ്പുറമുള്ള തത്പദാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ പദം എന്ന് പറയുന്നത്. പദ്യതേ അനേന, ഏതൊന്നുകൊണ്ടാണോ അറിയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ പ്രാപിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ബോധ്യപ്പെടുന്നത്, അല്ലെങ്കിൽ സാക്ഷാത്കരിക്കുന്നത്, ഏതൊന്നുകൊണ്ടാണോ പദ്യതേ അനേന തേനേതം പദം. ആ മൃഗത്തെ സാക്ഷാത്കരിക്കാൻ സഹായിച്ചത് ആ പദത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് അതിന് പദം എന്ന് പറയുന്നു. അതുപോലെ ഇവിടെയും പറയുന്നു ത്വമാണ് ഇവിടുത്തെ പദം, ത്വം പദാർത്ഥമാണ് ഇവിടുത്തെ പദം. അതിലൂടെ ആ തത്പദാർത്ഥത്തെ സാക്ഷാത്കരിച്ചു. ആ വാക്യാർത്ഥരൂപസ്യ. പക്ഷെ അതേസമയം അത് വാക്യാർത്ഥവുമല്ല, അത് വാക്യാർത്ഥമല്ല. നേരത്തെ പറഞ്ഞല്ലോ പദപദാർത്ഥ സംഗതി സംബന്ധം അവിടെയില്ല, അസംസർഗിയാണത്. ഒന്നിനോട് സംബന്ധമില്ലാത്തതാണ്. ഒന്നിനോട് സംബന്ധമില്ലാത്തതാണെങ്കിലും പദത്തിനോ പദത്തെ പുറപ്പെടുവിക്കുന്ന വാഗേന്ദ്രിയത്തിനോ അതിനെ ഗ്രഹിക്കുന്ന മനസ്സിനോ ഒന്നിനുമായിട്ടും ഒരു സംബന്ധമില്ലാത്തതാണ്. അതുകൊണ്ട് അതിനെ പറഞ്ഞ അസംസർഗി തത്വം. അങ്ങനെയാണെങ്കിലും അതിന് ഒരു ഉപായമുണ്ട്. എങ്ങനെയാണോ ഗോവിനെ കണ്ടുപിടിക്കുന്നതിന് കാൽപ്പാട് ഉപായമായത്, അതുപോലെ അതിനെ കണ്ടുപിടിക്കുന്നതിന് ഉപായമാണ് ഈ ത്വം പദാർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം, ഇവിടെ വന്ന ചോദ്യം ഇതാണ്. അവിടെ നിന്നാണ് ഇതുവരെ ചർച്ച വന്നത്. നിങ്ങൾ പറയുന്നു ഇതൊക്കെ പരമാർത്ഥമാണ്, പരമാർത്ഥമല്ല, ആരോപിതമാണ്. ഇവിടെ ഒന്ന് മാത്രമേ പരമാർത്ഥമായിട്ടുള്ളൂ, ബ്രഹ്മം മാത്രം. ആ പരമാർത്ഥത്തെ ഈ അസത്യത്തിലൂടെ അറിയണം. പരമാർത്ഥമല്ലാത്ത, കാരണം ആ ബ്രഹ്മ ഏകമാണ്, അദ്വൈതമാണ്, കൂടസ്ഥമാണ്, സാക്ഷിയാണെന്നെല്ലാം പറഞ്ഞു. അങ്ങനെയുള്ള ഒന്നിനെ എങ്ങനെ ഈ ശ്രുതി, ആചാര്യൻ, ശ്രവണം തുടങ്ങിയ സാധനങ്ങൾ ഇതിലൂടെ എങ്ങനെ അറിയാൻ കഴിയും പരമാർത്ഥം? ഇതും അതും തമ്മിലൊരു ബന്ധമില്ലെന്നും പറഞ്ഞു. ബന്ധമില്ലാത്തത് കൊണ്ടും അറിയാൻ കഴിയും. ബന്ധമില്ലാത്തതിനെ, പക്ഷെ എന്നാൽ അവിടെ ഒരു ചെറിയ ബന്ധമുണ്ടല്ലോ. കാലടിപ്പാടും പശുവും തമ്മിലൊരു ചെറിയ ബന്ധമുണ്ട്. തീരെ ബന്ധമില്ലെന്ന് പറയാൻ വയ്യ. ശരിയാണത് പശുവല്ല, അത്തരത്തിൽ ബന്ധമില്ല. പക്ഷെ അത് പശുവിന്റെ കാലടിപ്പാടാണ്.
ഇവിടെയാണെങ്കിൽ എന്താണ് പറയുന്നത്? അത് അസംഗമാണ്, കൂടസ്ഥമാണ്, ആത്മാവാണ്. ഇതുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. എങ്കിൽ ഈ ഉപായങ്ങളിലൂടെ എങ്ങനെ അതറിയാൻ കഴിയും? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം വരുന്നത്? ആ ത്വം പദാർത്ഥത്തെ, തത്പദാർത്ഥം തന്നെ ആയിരിക്കുന്ന ആ ത്വം പദാർത്ഥത്തെ നിങ്ങൾ പരമാർത്ഥമായി ഗ്രഹിക്കുന്നുകൊണ്ടാണ്. ഈ കാണുന്നതൊന്നും പരമാർത്ഥമല്ല എന്ന് ഗ്രഹിക്കുന്നുകൊണ്ടാണ് ഈ ഒരു സംശയം വരുന്നത്. അപ്പൊ അതിന് പരിഹാരം എന്താണ്? ഒരു ത്വം പദാർത്ഥത്തെ പരിശോധിക്കുക, പിന്നെ അവിടുന്ന് തത്പദാർത്ഥത്തെ ഗ്രഹിക്കുക. ഇങ്ങനെ ഒരു ക്ലിഷ്ടമായ മാർഗം പോലെ തോന്നുന്നതുകൊണ്ടാണ്. അതിന്റെ ആവശ്യമില്ല, വേറെ വഴിയുണ്ട്. എന്താണ്? സ്വമഹിം നൈവ സിദ്ധി ഉപായ പരമാർത്ഥവ സ്വതസിദ്ധർണമിത്യാർത്ഥം തസ്യ പരമാർത്ഥവ. അതിന് നല്ല വഴി ഇതാണ്. ഇതിനെയും പരമാർത്ഥമായി സ്വീകരിക്കുക. നേരത്തെ പറഞ്ഞ കൂടസ്ഥം ഏകം ആത്മാവ് ഈ തന്നെ സ്വീകരിച്ചല്ലോ ത്വം പദാർത്ഥത്തെ. ഇവിടെ ഇപ്പൊ ഈ ബാക്കി ശേഷിക്കുന്നതല്ല. ഇതാണ് നമ്മൾ ഉപായമായി സ്വീകരിച്ചിരിക്കുന്നത്. അത് സാധാരണ വരുന്നവര് പ്രശ്നമാണ്. ഈ നാക്ക് അതുകൊണ്ട് പറയും, ഈ ചെവി അതുകൊണ്ട് കേൾക്കുന്നു, ഈ മനസ്സ് അതുകൊണ്ട് ചിന്തിക്കുന്നു. എല്ലാം എന്തിനെക്കുറിച്ച്? ഇതിനെല്ലാം അപ്പുറമുള്ള ഒരു പരമാർത്ഥത്തെക്കുറിച്ച്, ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത പരമാർത്ഥത്തെക്കുറിച്ച്. അതിന് ഈ ചെവിയും നാക്കും മനസ്സും എല്ലാം കൂടെ കൂടിച്ചേർന്ന് എങ്ങനെ അതിനെ ബോധിപ്പിക്കും? ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഇതെല്ലാം കൽപ്പിതമാണ്. ആ സദ്വസ്തുവിലുള്ള കേവല പ്രതീതിയാണ് പറയുന്നു. അതിന് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഇതിനെ ആ സദ്വസ്തുവായി സ്വീകരിച്ചാൽ മതി. ഗുരുവും ശാസ്ത്രവും ഉപദേശവും ഈ കർമ്മങ്ങളും എല്ലാം പരമാർത്ഥ വസ്തു തന്നെ. അങ്ങനെ സ്വീകരിക്കുക. കാരണം എന്തുകൊണ്ട്? സ്വമഹിമ്നൈവ ചേത്സിദ്ധി. ഇതെല്ലാം സ്വമഹിമയാൽ പ്രകടമായിരിക്കുന്നതാണ്. ആ ചൈതന്യത്തിന്റെ മഹത്വം കൊണ്ട് പ്രകടമായതാണ്. എന്താണ് ഈ ചൈതന്യത്തിന്റെ മഹത്വം? ഇതിനെല്ലാം ഈ രീതിയിൽ പ്രകാശിപ്പിക്കുക. അതാണ് അതിന്റെ മഹത്വം, മഹാത്മ്യം. അതിനെന്താ മഹാത്മ്യമുള്ളത്? ആ ചൈതന്യം ഏകമാണ്, കൂടസ്ഥമാണ്, അസംഗമാണ്, സ്വയം പ്രകാശിക്കുന്നതാണ്. അങ്ങനെ ഇരുന്നിട്ട് കൂടി അതതിന് നേരെ വിപരീതമായി ജീവൻ അനുഭവപ്പെടുത്തുന്ന രീതിയിൽ പ്രകാശിക്കുന്നതാണ് അതിന്റെ മഹത്വം. പറയുന്നത് സ്വമഹിമനൈവ സിദ്ധി. ഇതെല്ലാം സ്വമഹിമയാൽ സിദ്ധമാകുന്നതാണ്. ആ പരമാർത്ഥത്തിലുള്ള ആ പരമാർത്ഥ പ്രകാശങ്ങളാണ്. അതാരങ്ങനെ പ്രകാശിപ്പിക്കുന്ന ആ പരമാർത്ഥം തന്നെ എന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞു വന്നതിന് നേരെ വിരുദ്ധമായി. ഈ കൽപ്പനകൾ ഇതെല്ലാം സത്യം തന്നെ. എന്നാ പിന്നെ എന്തിനാ അതിന് കൽപ്പനയെന്ന് പറയുന്നത്, പ്രതീതി എന്ന് പറയുന്നു? എന്തിനാ അതിന് മിഥ്യയെന്ന് പറയുന്നത്? സത്യം എന്ന് പറഞ്ഞാൽ പോരെ. സത്യമെന്ന് പറഞ്ഞാൽ സത്യത്തെ ഗ്രഹിക്കാൻ വഴിയില്ല. പരമാർത്ഥത്തെ ഗ്രഹിച്ചാൽ പരമാർത്ഥ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ ഇതെല്ലാം സത്യം തന്നെ. അതാണ് നമ്മൾ പറയുന്നത്. എന്താണ്? അജ്ഞന് ഇതെല്ലാം മിഥ്യ, തത്വജ്ഞൻ ഇതെല്ലാം സത്യം. അതുകൊണ്ടാണ് പറയുന്നത് അജ്ഞാനം കൊണ്ടാണ് ഈ പ്രതീതി എന്ന് പറയുന്നതല്ലേ. അജ്ഞാനം ആരിലായിരിക്കുന്നു? അജ്ഞനായിരിക്കുന്നു. അജ്ഞാനം കൊണ്ടാണ് ഈ പ്രതീതിയെങ്കിൽ അജ്ഞാനം കൊണ്ടാണ് മിഥ്യാത്വം. അപ്പൊ സത്യത്തെ ഗ്രഹിച്ചവന് സത്യം മിഥ്യ എന്ന് രണ്ടെണ്ണം ചിന്തയ്ക്ക് വിഷയമേ അല്ല. അവനെ സംബന്ധിച്ചിടത്തോളം പരമാർത്ഥം മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് ഇതിനെ കാണുമ്പോഴും ആ പരമാർത്ഥത്തെ നിങ്ങൾ എങ്ങനെയാണോ ഗ്രഹിച്ചത് അതുപോലെ ഇതിനെയും ഗ്രഹിച്ചാൽ മതി. ഇതിന് വൈരുദ്ധ്യമില്ല. ഒരിക്കൽ ഒന്ന് പറയുക, രണ്ടാമത് മാറ്റി പറയുക. ഒരിക്കൽ പറയുന്നത് മിഥ്യയാണ്, രണ്ടാമത് പറയുന്നത് സത്യമാണെന്ന്. ഇതിനെ സ്വീകരിക്കുന്നു. അവസ്ഥ അഭേദമനുസരിച്ച് പറഞ്ഞു. അജ്ഞന്റെ അവസ്ഥയിൽ നിങ്ങൾക്ക് എത്ര ബോധിപ്പിച്ചാലും ശരി, ഇത് അജ്ഞാനം കൊണ്ട് ഈ കാണുന്നതിനെ പരമാർത്ഥമായി ബോധിക്കാൻ കഴിയില്ല. തന്റെ സ്വരൂപമായിരിക്കുന്ന പരമാർത്ഥമായി ഇതിനെ ബോധിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ബോധിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇത് മിഥ്യ. ഇനി മറിച്ച് ഇത് സത്യമാണെന്ന് ബോധിക്കുന്നുണ്ടെങ്കിലും അത് പദാർത്ഥ ശോധനയിലൂടെ ബോധിക്കുന്നതല്ല, പരമാർത്ഥ സത്യമായിട്ട് ബോധിക്കുകയല്ല. അതുകൊണ്ട് അതും മിഥ്യ. അതുകൊണ്ട് അജ്ഞനെ സംബന്ധിച്ച് ഏത് രീതിയിലായാലും ഇത് മിഥ്യാനുഭവമാണ്. അതുകൊണ്ട് പറയുന്നു, തത്വജ്ഞന ഉപദേശത്തിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ എങ്ങനെയാണോ ആ പരമാർത്ഥത്തെ മനസ്സിലാക്കുന്നത്, തത്വമസി എന്ന് പറയുന്ന വാക്യത്തിന്റെ ശോധനയിലൂടെ പറഞ്ഞല്ലോ, ആ പരമാർത്ഥത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു? കൂടസ്ഥമായി, അസംഗമായി, നിർവികാരി. അത് മനസ്സിലാക്കിയതുപോലെ തന്നെ ഇതിനെയും ഗ്രഹിച്ചാൽ മതി. ഇതും ആ പരമാർത്ഥത്തെ പോലെ തന്നെ. കൽപ്പിതമായതിന് പരമാർത്ഥമൊന്നും ബോധിക്കുന്നതിനുള്ള യുക്തി എന്താണ്? ശ്രുതി പറയുന്നു, ഗ്രഹിക്കുന്നു. അതിനെന്താ യുക്തി? കൽപ്പിതമായ ഒന്ന് എവിടെയാണോ കൽപ്പിച്ചിരിക്കുന്നത് അതിൽ നിന്നത് അന്യമല്ല. നാമരൂപങ്ങൾ മണ്ണിൽ നിന്ന് വേറെയല്ല, അതത് തന്നെയാണ്, ആ പരമാർത്ഥം തന്നെയാണ്. അല്ല എനിക്ക് വേറെയായിട്ട് അനുഭവപ്പെടുന്നെങ്കിൽ അവിടെ മിഥ്യാത്വത്തെ സ്വീകരിക്കുന്നു. അജ്ഞന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് മിഥ്യാത്വത്തെ സ്വീകരിച്ചിരിക്കുന്നത്. പരമാർത്ഥിയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പരമാർത്ഥ ജ്ഞാനമുള്ളവനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് പറയുന്നു സ്വമഹിമ, ഇത് സ്വമഹിമയിൽ സിദ്ധമാണ്. ഒരേ ഒരു ചൈതന്യം തന്നെ നാമരൂപാത്മകമായി പ്രകാശിക്കുകയാണ്. ആ ചൈതന്യത്തിൽ നിന്ന് വേറിട്ടതിനെ പ്രകാശിപ്പിക്കാനില്ല. നമ്മൾ കാണുന്നു, ശബ്ദസ്പർശ രൂപരസഗന്ധത്തെ കാണുന്നു, പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. ഈ ശരീരം ഉൾപ്പെടെയുള്ള ഈ നാനാത്വത്തെ അനുഭവിക്കുന്നു. ഇതാരാ അനുഭവിപ്പിക്കുന്നു? സ്വയം താനായി തന്നെ ഇരിക്കുന്ന ചൈതന്യമാണ്. ആ അറിവാണ് ഇതിനെ അനുഭവിപ്പിക്കുന്നത്. അതേ ഈ വസ്തുക്കൾ ഇതിനെ അനുഭവിക്കുന്നു. ഈ വസ്തുക്കളല്ലല്ലോ. അതുകൊണ്ടാണ് അറിയുന്നത് എന്താണ്? അഹം അനുഭവാമി, ഞാനിതിനെ അനുഭവിക്കുന്നു എന്നല്ല അനുഭവം. തന്റെ അനുഭവമാണിതല്ല. ആ സത്യമോ മിഥ്യയായിക്കൊള്ളട്ടെ, ഈ അനുഭവങ്ങളെല്ലാം തന്റെ അനുഭവമാണ്. അത് വേറെ രീതി തെളിച്ച് പറഞ്ഞാൽ പറയും, എന്റെ ഉള്ളിലിരിക്കുന്ന അറിവ് ഇതെല്ലാം കാണിച്ചു തരുന്നു. എന്റെ ഉള്ളിലിരിക്കുന്ന അറിവെന്ന് പറയുമ്പോൾ എന്താ? നീ അറിവല്ലേ? നീ അറിവായിരിക്കുന്നുണ്ടല്ലേ എന്റെ ഉള്ളിലിരിക്കുന്ന അറിവെന്ന് പറയുന്നത്. നിന്നെ നീ അറിവായിട്ടല്ലേ അറിയുന്നു. അറിവായതുകൊണ്ടാണ് എനിക്കെന്നെ അറിയാൻ കഴിയുന്നത്. അപ്പൊ ആ അറിവിൽ പ്രകാശിക്കുകയാണ് സർവ്വതും. ഇത് ഞാൻ സൃഷ്ടിച്ചതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇനി ഈശ്വരൻ സൃഷ്ടിച്ചതായി, അതല്ല. ഇത് പ്രകാശിക്കുന്ന അല്ലെങ്കിൽ പ്രതീതി അറിവിലാണ്. അറിവാണ് ഇതിനെ പ്രകാശിപ്പിക്കുന്നത്, അറിവാണ് ഇതിനെ നിലനിർത്തുന്നത്. അതുകൊണ്ടിത് സ്വമഹിമനായ, ഇതെല്ലാം സ്വമഹിമയിൽ പ്രകാശിക്കുകയാണ്. ഇതിന്റെ ആത്മാവ് ഇതിനെ പ്രകാശിപ്പിക്കുന്നു. ഈ ശരീരത്തിന്റെ ആത്മാവ് ഈ ശരീരത്തെ പ്രകാശിപ്പിക്കുന്നു. സൂര്യന്റെ ആത്മാവ് സൂര്യനെ പ്രകാശിപ്പിക്കുന്നു. ഈ ജഡമായിരിക്കുന്ന വസ്തുക്കളെല്ലാം അതിന്റെ ആത്മാവ് പ്രകാശിപ്പിക്കുന്നു. ഇരുട്ടിനെ പ്രകാശിപ്പിക്കുന്നത് ഇരുട്ടിന്റെ ആത്മാവാണ്.
എന്താണ് ആത്മാവ്? അറിവ്, ചൈതന്യം. അതാണ് സർവത്തെയും പ്രകാശിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ആ പരമാർത്ഥത്തെ പോലെ ഗ്രഹിക്കുക. പരമാർത്ഥബോധം എന്തുകൊണ്ട് പറഞ്ഞു? ഇപ്പോൾ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. തത്വമസി എന്ന് ശ്രവിച്ചിട്ട് എന്താണ് ത്വം പദാർത്ഥം എന്ന് ഗ്രഹിക്കാൻ ശ്രമിക്കുകയാണ്. അതിനെ ഗ്രഹിച്ചപ്പം എന്ത് മനസ്സിലാക്കി? അത് ഏകമാണ്, ഗൂഢസ്ഥമാണ്, ആത്മാവാണ് എന്ന് മനസ്സിലാക്കി. എങ്ങനെ? ഈ ഉപായത്തിലൂടെ മനസ്സെന്ന് പറയുന്ന ഉപായം, ശ്രവണേന്ദ്രിയം എന്ന് പറയുന്ന ഉപായം, വാഗിന്ദ്രിയം എന്ന് പറയുന്ന ഉപായം, ശ്രുതി എന്ന് പറയുന്ന ഉപായം, ആചാര്യൻ എന്ന് പറയുന്ന ഉപായം, ഈ ഉപായങ്ങളിലൂടെ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ പരമാർത്ഥത്തെ അപരമാർത്ഥമായ ഉപായങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതെങ്ങനെ സാധിക്കും? ഇതിനെ മിഥ്യയായി സ്വീകരിച്ചുകൊണ്ട് എങ്ങനെ ഈ മിഥ്യയിലൂടെ സത്യത്തെ സാക്ഷാത്കരിക്കാൻ കഴിയും? നമുക്കറിയാം, വെളിച്ചം കൊണ്ട് വസ്തുക്കളെ കാണുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും. ഇരുട്ടുകൊണ്ട് കാണണമെന്ന് ഒരാൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അതെങ്ങനെ കാണാൻ കഴിയും? ആരെങ്ങനെ ഇരുട്ടുകൊണ്ട് പദാർത്ഥങ്ങളെ കാണുക? അത് സാധ്യമല്ല. വെളിച്ചം കൊണ്ടേ പറ്റും. ഇവിടെ പറയുന്നത് എന്താണ്? ആ പരമാർത്ഥം വെളിച്ചമാണ്, ഇതെല്ലാം ഇരുളാണ്, മിഥ്യയാണ്. എന്നാൽ ഈ ഇരുള് കൊണ്ട് ആ പരമാർത്ഥത്തെ കാണും. അവിടെ യുക്തിഭംഗം വരുന്നു. അതിനാണ് ഈ സമാധാനം പറയുന്നത്. എന്തിനിത് പറയുന്നു എന്ന് മനസ്സിലാക്കും. പറയുന്നു ഇതും പരമാർത്ഥം തന്നെ. നിങ്ങൾ പരമാർത്ഥമല്ലാത്ത ഒന്നുകൊണ്ട് പരമാർത്ഥത്തെ അറിയല്ല. ഈ പരമാർത്ഥത്തിലൂടെ തന്നെ പരമാർത്ഥത്തെ മനസ്സിലാക്കുന്നു. ഇതെങ്ങനെ പരമാർത്ഥമാവും? ഇതിന് തൊട്ടു മുമ്പല്ലേ പറഞ്ഞ ഇതെല്ലാം മിഥ്യയാണ്. പറഞ്ഞത് ശരിയാണ്, മിഥ്യയാണെന്ന്. പക്ഷേ ഇത് മിഥ്യയുമാണ്, പരമാർത്ഥമാണ്, രണ്ടുമാണ്. അങ്ങനെ ഒന്ന് രണ്ടാകുന്ന പരസ്പര വിരുദ്ധമാണ്. ഇത് ഇരുളുമാണ് വെളിച്ചവുമാണെന്ന് പറയുന്ന പോലെയാണ്. ഇത് പരമാർത്ഥത്താൽ പ്രകാശിപ്പിക്കപ്പെടുന്നതുകൊണ്ട്, ഇതിന്റെ ആത്മാവേദന പ്രകാശിപ്പിക്കുന്നതുകൊണ്ട്, പരമാർത്ഥത്തിൽ ഇത് വെളിപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഇത് പരമാർത്ഥത്തിൽ നിന്നും അന്യമല്ല. മണ്ണിൽ നിന്ന് അന്യമല്ലാത്ത മണ്ണ് തന്നെ, പരമാർത്ഥത്തിൽ നിന്ന് അന്യമല്ലാത്തതുകൊണ്ട് ഇത് പരമാർത്ഥം തന്നെ. പിന്നെ മിഥ്യ എന്ന് പറഞ്ഞതോ പരമാർത്ഥം എന്താണെന്ന് ഗ്രഹിക്കാതിരിക്കുന്നിടത്തോളം കാലം ഇതിനെ പരമാർത്ഥത്തിൽ നിന്ന് അന്യമായി ഗ്രഹിക്കേണ്ടി വരുന്നു. അന്യമായി ഗ്രഹിച്ചാൽ ആ പ്രതീതി അത് മിഥ്യ എന്നാണ് പറയുന്നത്. അതുകൊണ്ടല്ലേ പറയുന്നത് മിഥ്യ എന്ന് പറഞ്ഞാൽ അത് വാസ്തവം എന്ന് അതിനർത്ഥമില്ല. മിഥ്യ ഒരിക്കലും വാസ്തവമല്ല. അപ്പൊ വാസ്തവത്തിൽ പ്രതീതമാകുന്നത് അതിനെ വാസ്തവമായി ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തായി ഗ്രഹിക്കേണ്ടി വരും? മിഥ്യയായി ഗ്രഹിക്കേണ്ടി വരും. അതുകൊണ്ട് പറയുന്നു ഇത് ഉപായ പരമാർത്ഥം. ഈ ഉപായങ്ങളെല്ലാം ഇതിനെയും ആ പരമാർത്ഥത്തെ എങ്ങനെ ഗ്രഹിച്ചോ അതുപോലെ ഗ്രഹിക്കണം. സ്വതസിദ്ധ മിഥ്യാത്വം വ്യക്തമായി പറയുന്നു. എന്ത്? തസ്യ ന മിഥ്യാത്വം. ഇതിനൊന്നും, ഇതെല്ലാം സ്വതസിദ്ധമാണ്. സൂര്യന്റെ ബിംബത്തിൽ എങ്ങനെ ഇരുള് വരും? പ്രകാശത്തിൽ എങ്ങനെയാണ് ഇരുള് വരുന്നത്? പക്ഷെ ഒരുവൻ അവന്റെ കണ്ണിന്റെ ദോഷം കൊണ്ട് പറയുന്നത് അവിടെ ഞാൻ ഇരുള് കാണുന്നു പറയുകയാണ്. കാണാൻ കഴിയത്തില്ല കണ്ണിന് ശരിയാണെങ്കിൽ. പക്ഷെ കണ്ണിന്റെ ദോഷമുണ്ടെങ്കിൽ ഒരാൾക്ക് പറയാം എനിക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ ഇരുളാ കാണുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ അതൊരു ദോഷജന്യമാണ്. എന്ന് പറയുക അത് നിന്റെ തെറ്റിദ്ധാരണയാണ്, അതിന്റെ ശരിയായ അറിവല്ല. മിഥ്യാത്വം എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ടാണ് അതിന് മിഥ്യ എന്ന് പറയുന്നത്. പരമാർത്ഥത്തിൽ അവിടെ ഇരുളിലെ വെളിച്ചം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കാണുന്നതോ ആ വെളിച്ചത്തിലുള്ള ഒരു പ്രതീതി. ആ വെളിച്ചത്തിൽ ഇരുളെങ്ങനെ പ്രതീതിയാകും? അത് വിപരീത ബുദ്ധി.
വെളിച്ചത്തിലൊരു വിപരീത ബുദ്ധി വന്ന എന്താവും? അത് ഇരുളാവും. അതാ സംഭവിച്ചു കണ്ണിന്റെ ദോഷം കൊണ്ട്. അതുപോലെ ഇവിടെ പറയുന്നത് എന്താണ്? ന തസ്യ മിഥ്യാത്വം, ഇതൊന്നും മിഥ്യയല്ല. ആചാര്യനും ശാസ്ത്രവും ഉപദേശവും ഇതൊന്നും മിഥ്യയല്ല. എന്തുകൊണ്ട്? സ്വതസിദ്ധേ, ഇതെല്ലാം പരമാത്മാവിന്റെ പ്രകാശമാണ്, ആ പരമാർത്ഥത്തിന്റെ ആവിഷ്കാരമാണ്. അത് പരമാർത്ഥത്തിൽ മിഥ്യയല്ല. ആ പരമാർത്ഥത്തെ നിങ്ങൾ വിട്ടാൽ ഇവിടെ രണ്ടുപേരും, ഒരു മിഥ്യ, ഒരു സത്യം. ഇത് അദ്വൈതമല്ല. അതിന് വേണമെങ്കിൽ നമുക്ക് അദ്വൈതത്തെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഉപായമായി സ്വീകരിക്കാം. പരമാർത്ഥത്തിനത് അല്ല അദ്വൈതം. അതുകൊണ്ട് പറയുന്നു സ്വതസിദ്ധേ തസ്യ മിഥ്യാത്വം നസ്യ. അതുകൊണ്ട് ഇതിനെല്ലാം എങ്ങനെ ഗ്രഹിക്കണം? എങ്ങനെയാണോ അവിടെ പറഞ്ഞെന്താണ്? തസ്സൃഷ്ട തദേവ അനുപ്രാവശ്യ. അതിനെ ആശ്രയിച്ചാണ് ഈ ചർച്ചകളെല്ലാം. എവിടെ തത്വമസി എന്നുള്ള പറയുന്നു അവിടെ എല്ലാം ഏത് സമയവും ഓർത്തിരിക്കേണ്ട ഒന്നാണ്. തസ്സൃഷ്ട തദേവ അനുപ്രാവശ്യ ഏകമേവ അദ്വിതീയം ബ്രഹ്മ. അതുകൊണ്ട് ഇതിനെ ഈ കാണുന്ന നാമരൂപാത്മകമായിരിക്കുന്ന ഉപായം, നമ്മൾ പറഞ്ഞു ഈ ഉപായങ്ങളെല്ലാം സത്യത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സത്യം തന്നെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ മാറിയതെന്ന് പറഞ്ഞു. കുറച്ചു മുമ്പ് ചർച്ച ചെയ്തു. അല്ലെങ്കിൽ അതിനിങ്ങനെ മാറേണ്ട കാര്യമില്ല. അതിന് സ്വയം തന്നെ പ്രകാശിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ഈ രീതിയിൽ മാറും. ഇതിലൂടെ അത് തന്നെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ തുമ്മെന്ന് ബോധിപ്പിക്കുന്നു. ഏതിനെ ബോധിപ്പിക്കുന്നത്? തത്സൃഷ്ട തദൈവ. ഏതെന്നാണോ ഇതിനെല്ലാം ഇങ്ങനെ സൃഷ്ടിച്ചിട്ട് അതിൽ അനുപ്രവേശം ചെയ്തിരിക്കുന്ന അത് എങ്ങനെ ബോധിപ്പിക്കുന്നു? അതിനെ ഏകമേവ അദ്വിതീയം ബ്രഹ്മ. ഏകമേവ അദ്വിതീയമായിട്ട് തന്നെ ഇതിനെ ഗ്രഹിക്കണം. അല്ലാതെ സത്യ മിഥ്യാരൂപത്തിലല്ല ഇതിനെ ഗ്രഹിക്കേണ്ടത്. എന്തുകൊണ്ടിത് ആ പരമാർത്ഥത്തെ പോലെ എന്ന് പറഞ്ഞു. പരമാർത്ഥത്തെ മനസ്സിലാക്കിയാലേ പരമാർത്ഥത്തെ പോലെ എന്ന് പറയാൻ പറ്റൂ. പരമാർത്ഥത്തെ മുമ്പ് ബോധിപ്പിച്ചു കഴിഞ്ഞു ആണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഏകമേവ അദ്വിതീയമെന്നാണ് ആദ്യം ബോധിപ്പിച്ചത്. അങ്ങനെ ബോധിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം പറയുന്നു, അപ്പൊ ഇതെല്ലാം ഇതിനെയും എങ്ങനെയാണോ നീ ആ പരമാർത്ഥത്തെ ബോധിച്ചത് ശ്രുതി ബോധിപ്പിച്ചപ്പോ ആ സൃഷ്ടികർത്താവിനെ ഏകമേവ അദ്വിതീയമായി ബോധിപ്പിച്ചു. ഏകവും അദ്വിതീയവുമായി ബോധിച്ചു. അങ്ങനെ ബോധിച്ചെങ്കിൽ അതിൽ സിദ്ധമായിരിക്കുന്നതല്ല, ആത്മാവിൽ പ്രകാശിക്കുന്നതെല്ലാം അതിനെയും അതുപോലെ തന്നെ ബോധിക്കണം. ആ പരമാർത്ഥത്തെ പോലെ ബോധിക്കണം. അവിടെ ഭേദബുദ്ധി വരാൻ പാടില്ല. മിഥ്യാത്വം എന്ന് പറയുന്നത് ഭേദബുദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. സത്യമായ ഒരു ബ്രഹ്മവും മിഥ്യമായ ജഗത്തും എന്നൊരു ഭേദബുദ്ധിക്ക് വേണ്ടിയല്ല പറയുന്നു. മറിച്ച് എന്തായാലും ജഗത്തിന്റെ പ്രതീതിയുണ്ട്. ആ ജഗത്തിനെ സത്യമായിട്ട് അറിയുന്നുമുണ്ട്. പക്ഷെ ആ ജഗത്തിൽ അനുഭവപ്പെടുന്ന സത്യത്വം എന്തിന്റെ സത്യത്വം, എന്താണ് അസത്യത്വം, അത് മാത്രം നമുക്ക് പരിചയമില്ല, അനുഭവമില്ല. അതിനു വേണ്ടിയിട്ട് പറഞ്ഞു ആ സത്യത്വം ഏകമേവ അദ്വിതീയമാണ് എന്ന് പറഞ്ഞു. രണ്ടാമെന്ന് പറയുന്നത് നീ ആ ഏകമേവ അദ്വിതീയമാണ്. അതിനാണ് നേരത്തെ തത് എന്ന് പറഞ്ഞത്. അതിനെ അറിയുന്നതിനുള്ള ഉപായമാണ് ബാക്കി ഇവിടെയുള്ളതല്ല. ഈ പ്രകടമായിരിക്കുന്ന ഈ ഉപായങ്ങളെല്ലാം സത്യത്തെ അറിയാനുള്ളതാണ്. അതിനുവേണ്ടി അസത്യത്തിൽ നിന്ന് എങ്ങനെ സത്യത്തെ അറിയും എന്ന് നിനക്ക് ശങ്കയുണ്ടെങ്കിൽ ഇതിനെ നീ അസത്യമായി ഗ്രഹിക്കണ്ട, ഇതിനെയും സത്യമായി ഗ്രഹിക്കുക.
പരമാർത്ഥവം സത്യമാണ് ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നത്. അപ്പോൾ സത്യത്തെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. രണ്ടറിവ് വേണ്ടല്ലോ, ഒരു അസത്യവും പിന്നെ ഒരു സത്യവും ഒന്ന് വേണ്ട. സത്യം സർവത്തെയും പ്രകാശിപ്പിക്കുന്നു, സത്യം തന്നെ സർവമായിരിക്കുന്നു. സത്യത്തിന്റെ മഹിമയാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കുക. പരമാർത്ഥ അഭിന്നശ്ചേ നിതരാം അംശാത്മത. വീണ്ടും ആശയക്കുഴപ്പത്തിൽ കൊണ്ടുപോകരുത്. ഒരിക്കൽ പറഞ്ഞത് മിഥ്യയാണ്, പരമാർത്ഥം ഒന്നേ ഉള്ളൂ. വാകാരംഭണം വിചാരവും നാമധേയം മൃത്തികേത്യവ സത്യം എന്ന് പറഞ്ഞു. മൃത്തികേത്യവ സത്യം എന്ന് പറഞ്ഞാൽ വികാരങ്ങളെല്ലാം നാമധേയം സത്യമല്ല എന്ന് തോന്നല്ലേ പറയുന്നു. അങ്ങനെ പറയുന്നിടത്ത് തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? തദനന്യത്വം എന്നോട് പറയുന്നു. പരമാർത്ഥ അഭിന്നശ്ചേ. എന്താ ഇപ്പൊ നീ അനുഭവപ്പെടുന്നത്? ഈ നാമരൂപങ്ങൾ പരമാർത്ഥത്തിൽ നിന്ന് ഭിന്നമാണെന്നാണ് പറയുന്നത്. മൃത്തിൽ നിന്ന് ഭിന്നമാണ് പാത്രം എന്നാണോ പറയുന്നത്? അല്ലല്ലോ. ശ്രുതി അങ്ങനെ ബോധിപ്പിക്കുന്നുണ്ടല്ലോ. എന്റെ മിഥ്യാത്വം എന്തുകൊണ്ട് പറയുന്നത്? നിന്റെ പ്രതീതിക്കനുസരിച്ച് നീ അനുഭവിക്കുന്ന ആ സത്യത്വം അത് പരമാർത്ഥ സത്യമാണെന്ന് നീ തിരിച്ചറിയില്ലല്ലോ. അതറിയാതിരിക്കുന്നിടത്തോളം കാലം നിന്റെ ഈ അനുഭവം ശരിയല്ല എന്നീ മിഥ്യാത്വത്തിനർത്ഥമാണ്. നിന്റെ ഈ പ്രതീതി ഇത് ശരിയല്ല. നീ പറയുന്നു ഈ ജഗത് സത്യമാണ് എന്ന് പറയുന്നു. അതിനംഗീകരിക്കാം. അജ്ഞന്റെ അനുഭവം അത് തന്നെ, ജഗത് സത്യമാണ്. പക്ഷേ ആ സത്യത്വം നിന്റെ തന്നെ സത്യത്വമാണ്. ആ സത്യത്വം ഏകമാണ്, അസംഗമാണ്, നിർഗുണമാണ്, നിഷ്ക്രിയമാണ്, നിരാകാരമാണ്. ആ രീതിയിൽ നിന്നെ അറിയുന്നില്ല. ആ രീതിയിൽ അറിയാത്തതുകൊണ്ട് നിന്റെ ഈ സത്യാനുഭവം ഇത് മിഥ്യയാണ്. അപ്പൊ ഇതും ആ പരമാർത്ഥം തമ്മിലുള്ള ബന്ധം അത് അഭിന്നശ്ചേത്, അഭിന്നമാണ്. അതുകൊണ്ട് നിതരം അമർഷാത്മത. ഇവിടെ സത്യത്തിൽ നിന്ന് വേർതിരിക്കാൻ മിഥ്യ എന്ന് പറയുന്ന ഒന്നില്ല. സർവം ഖണ്ഡിതം ബ്രഹ്മ. ഭാഷ്യകാരൻ വേറെടുത്ത് പറയും, നാമരൂപങ്ങളായിരിക്കുന്ന ഈ പ്രപഞ്ചം നാമരൂപരൂപത്തിൽ അത് സത്യമല്ല എന്ന് പറയും. അതിന്റെ കാരണരൂപത്തിൽ പരമാർത്ഥ രൂപത്തിൽ അത് സത്യമാണ്. നാമരൂപാത്മകമായ രീതിയിൽ സത്യമല്ലാണ് എന്ന് പറഞ്ഞ എന്റെ താല്പര്യം, അജ്ഞന്റെ അനുഭവത്തെ പ്രതീതിയെ അംഗീകരിച്ചുകൊണ്ട് നിന്റെ ഈ അനുഭവങ്ങളെല്ലാം സത്യമാണെന്നല്ല പറയുന്നു. നീ പ്രപഞ്ചത്തിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സത്യം എന്നല്ല പറയുന്നത്. നീ അനുഭവിക്കുന്ന സത്യം അത് പരമാർത്ഥ സത്യമാണ്. അതിനെ പരമാർത്ഥമായി അറിയും. ആ പരമാർത്ഥത്തിന്റെ വിഭൂതികളാണ് ഈ കാണുന്നത് എല്ലാം. അതിലൂടെ നീ അനുഭവിക്കുന്ന സത്യം അത് അപൂർണമാണ്. അത്രയും ശ്രുതി പറയുന്നുണ്ട്. അതിനെ പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി പറയുന്നത് സർവം ഖണ്ഡിതം ബ്രഹ്മ. അതുകൊണ്ട് അജ്ഞന്റെ അനുഭവത്തെ ഒരു പരിധിവരെ അംഗീകരിക്കുന്നു. ഏത് പരിധിവരെ അംഗീകരിക്കുന്നു അതുവരെ മിഥ്യാത്വം. അത് കഴിഞ്ഞ് ഞാൻ നിഷേധിക്കുന്നു. നിഷേധിക്കുമ്പോൾ നേതി അത് പരമാർത്ഥം. അതുകൊണ്ട് ജഗത്തിനെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. മിഥ്യെന്ന് പറഞ്ഞാലും ശ്രുതി സത്യം എന്ന് പറഞ്ഞാലും അതിന്റെ താല്പര്യം ഒന്ന് തന്നെ. ഒരു പരമാർത്ഥത്തെയാണ് ഇത് രണ്ടുകൊണ്ടും ബോധിപ്പിക്കുന്നത്. താല്പര്യത്തിൽ താല്പര്യാർത്ഥം ഒന്നേ ഉള്ളൂ. എന്താണിത്? പരമാർത്ഥമാണ്. മറ്റത് കേവലം ഒരു ജിജ്ഞാസുവിന്റെ ബുദ്ധി ബോധ്യത്തിന് വേണ്ടി പറയുക, നേതി എന്ന് നിഷേധിക്കാൻ വേണ്ടി മാത്രം, അവന്റെ ആ പരമാർത്ഥ ബുദ്ധിയെ ബാധിക്കാൻ വേണ്ടി മാത്രം പറയുന്നു. ഇത് കൽപ്പനയാണ്, ഇത് മിഥ്യയാണ്. ഇത് വാസ്തവത്തിൽ എന്താണ്? പരമാർത്ഥാത് അഭിന്നശ്ചേ നിതരാം അമർഷാത്മത. ഇത് അസത്യം അല്ല.
ഇത്യാദി പൂർവമുക്തം അനുസന്ധേയം. മുമ്പ് വ്യാകൃത അവ്യാകൃതങ്ങളെ കുറിച്ച് പറഞ്ഞ ഭാഗത്തിൽ അത് ചർച്ച ചെയ്തു. അവിടെ പറഞ്ഞു എന്താണ് ഈ അവ്യാകൃത രൂപത്തിൽ ഇരനാസത്ത് അത് പ്രകടമായ ഭാവത്തിൽ ഇവിടെ വന്നു ചേർന്നു. അത് വേറെ രീതിയിൽ ഉദാഹരണത്തിൽ പറഞ്ഞാൽ ആ സുഷുപ്തനായിരുന്നവൻ, ഏകനായിരുന്നവൻ ജാഗ്രത സ്വപ്ന രൂപത്തിൽ ഇവിടെ അനുഭവപ്പെടുന്നു. ഈ ജാഗ്രതത്തിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനാണോ ഇതിനെയൊക്കെ ഉണ്ടാക്കിയത് എന്നല്ല പറയുന്നു. കാരണം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നീ അല്ല അവിടെ ഇരുന്നത്. അവിടെ ഇരുന്ന ആരാണ്? ആ തുര്യൻ, ഏകൻ, കൂടസ്ഥൻ, അവനാണ് സുഷുപ്തനായിരുന്നത്. ഇത് അവന്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയിൽപ്പെട്ട ഒരുവൻ ആണിപ്പോൾ നീ. നിനക്ക് സൃഷ്ടിക്കാനുള്ള കഴിവൊന്നും. അജ്ഞാന കൽപ്പിതം എന്ന് പറയുമ്പോൾ ഞാനിതൊക്കെ എന്റെ അജ്ഞാനം കൊണ്ട് കൽപ്പിച്ചു എന്ന് ധരിക്കരുത്. മാണ്ഡവ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അങ്ങനെ ധരിച്ചു കളയരുത്. ഇത് ആ തുര്യന്റെ പ്രതീതിയാണ്. തുര്യൻ എങ്ങനെയുള്ളവൻ? ഏകൻ, അദ്വയൻ. അതാണ് അവ്യാകൃത ചർച്ചയിൽ ചർച്ച ചെയ്യുന്നത്. അവൻ അവ്യാകൃതനായിരുന്നു. ഈ ഭാവരൂപങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നു. ഈ ഭാവപ്രകടനങ്ങളൊന്നുമല്ല ഇല്ലാതിരുന്നു. അവിടെ നിന്ന് ഈ ഭാവപ്രകടനങ്ങളെല്ലാം ഉണ്ടായി. അതാണ് തസ്സൃഷ്ട. ആ സൃഷ്ടിച്ചതിൽ അനുപ്രവേശം ചെയ്ത് തന്നെയാണ് അറിയുന്നത് ഞാൻ എന്നറിയുന്നത്. ഈ അറിവ് തന്നെ കുറിച്ച് പോരാ. അതുകൊണ്ടാണ് പറയുന്നത്, നേരത്തെ പറഞ്ഞ് ത്വംപദസൃത്യ, ത്വംപദശോധന അവിടെ ആവശ്യമായി വരുന്നു. തന്റെ പരമാർത്ഥത്തെ ബോധിക്കാൻ. അങ്ങനെ ബോധിക്കുമ്പോൾ പിന്നീട് അവിടെ ബോധിക്കാനൊന്നും അവശേഷിക്കുന്നില്ല. ആ ബോധ്യപ്പെട്ടത് തന്നെയാണ് ആ തത്പദാർത്ഥം. ഇവിടെ വൈരുദ്ധ്യമായി തോന്നുന്നുണ്ടെങ്കിലും അത് ഒന്നാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ യോജിപ്പിക്കാൻ വയ്യ, പക്ഷെ പരമാർത്ഥത്തിനത് യോജിക്കുന്നു. ഇതെല്ലാം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ അനുസന്ധേയം, അനുസ്മരിക്കേണ്ടതാണ്. അതുകൊണ്ട് മിഥ്യയിലൂടെ സത്യത്തെ അറിയാമോ എന്ന് ചോദിക്കരുത്. ഒന്നിനു വേണ്ടിയും വാശി പിടിക്കേണ്ട കാര്യമില്ല. ഒന്നിനെ സത്യമാക്കണം, മറ്റൊന്നിനെ മിഥ്യയാക്കണം എന്ന് വാശി പിടിക്കേണ്ട. മിഥ്യയിലൂടെ സത്യത്തെ അറിയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ മിഥ്യയെ കൂടി സത്യമായി അംഗീകരിച്ചോളൂ. അതാണ് പറയുന്നതിന്റെ താല്പര്യം. അതാണ് വാസ്തവം, പരമാർത്ഥം. ഇവിടെ പരമാർത്ഥം മാത്രമേ ഉള്ളൂ. സത്യം മിഥ്യ എന്ന് വേർതിരിക്കാൻ രണ്ടില്ല. അതാണ് അദ്വൈതം. എന്താ പ്രശ്നത്തിന് സമാനം പറയും. വീണ്ടും വരും അത്. അവിടെ വീണ്ടും അതിന് സമാനം പറയും. ഏവം ആത്മാ അനുലബ്ധേ സർവം അനുലഭതേ. ഭാഷ്യത്തിൽ പറയുന്നു, ഇങ്ങനെ സ്വസ്വരൂപത്തെ സാക്ഷാത്കരിച്ചാൽ പിന്നെ അറിയാനായി മറ്റൊന്നും അവശേഷിക്കുന്നില്ല. സർവത്തെയും താനായി തന്നെ സാക്ഷാത്കരിക്കുന്നു, മറ്റൊന്നും ശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. പലതവണ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സങ്കല്പത്തിലുള്ള സർവജ്ഞത്വമൊന്നുമല്ല. പരഹൃദയജ്ഞാനത്തെക്കുറിച്ചൊന്നുമല്ല ഇവിടെ പറയുന്നത്. ഭൂതഭാവിയെക്കുറിച്ചുള്ള ജ്ഞാനമല്ല. ആത്മനിലബ്ധേ, സ്വസ്വരൂപത്തെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ സർവം അനുലഭതേ, സർവത്തെയും ഇവിടെ പറഞ്ഞു. എന്താണ്? സർവത്തിന്റെയും ആത്മാവ് അനാത്മസ് തഥാചാത്മാ. സർവത്തിന്റെയും ആത്മാവ് താൻ തന്നെ, സർവവുമായിരിക്കുന്നത് താൻ തന്നെ. അങ്ങനെ ബോധിക്കുന്നു. അതാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. ഇവിടെ ചർച്ച ചെയ്യുന്ന മുഴുവൻ ഒരു ബോധത്തെക്കുറിച്ചാണ്, ഒരു അറിവിനെ കുറിച്ചാണ്. രണ്ടാമതൊരു കാര്യമില്ല. ഇവിടെ
അനേന ജ്ഞാതേന ഹി ഏതസർവം വേദ യദഹ വൈ പദേന പദം കൊണ്ടറിഞ്ഞു കഴിഞ്ഞാൽ അനുവിന്ദേത് ലഭേത. ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഇവിടെ എന്തെങ്കിലും ആശയത്തിൽ നിന്ന് എന്തെങ്കിലും വ്യതിചലനം സംഭവിച്ചോ? തദ്ദേതത് പതനീയമസ്യ സർവസ്യ യദയമാത്മാ അനൈനിഹ്യത സർവം വേദ യഥാ വൈ പദേന അനുവിന്ദേ ഏവം കീർത്തിം ശ്ലോകം വിന്ദതേ ഏവം വേദ. വേദ വിദധാതുവിന്റെ രൂപം വിന്ദതേ, വീണ്ടും അനുവിന്ദേ, സർവം വേദ, ഇതെല്ലാം വിദധാതുവിന്റെ രൂപങ്ങളാണ്. പക്ഷെ വിദധാതുവിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് അറിയുക, മറ്റൊന്ന് നേടുക. ഇത് അറിയുന്നതാണോ നേടുന്നതാണോ? ഇവിടെ പറയുന്നത് കേവലം ഒരു അറിവാണ്. ഇവിടെ നേടാനൊന്നുമില്ല. യാഗം ചെയ്ത് സ്വർഗത്തെ നേടുന്നു, ലാഭമാണ്. നേട്ടം എന്ന് പറയുമ്പോൾ എന്താണ്? പ്രാപിക്കാതിരുന്ന ഒന്നിനെ പ്രാപിക്കുക, അതാണ്. അതിനാണ് നേട്ടം എന്ന് പറയുന്നത്. അപ്രാപ്യം, അപ്രാപ്യമായതിനെ പ്രാപിക്കുക. ആത്മലാഭം എന്നൊക്കെ പറയും. ആത്മലാഭം എന്ന് പറഞ്ഞാൽ അവിടെ പ്രാപ്യം എന്നുള്ള അർത്ഥത്തിലല്ല. ഒരേ ധാതു രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അറിയുക എന്നുള്ള ഒരർത്ഥം മാത്രം. അറിവിനപ്പുറം ഒരു നേട്ടമില്ല. യാഗത്തെ അറിഞ്ഞാൽ പോരാ, സ്വർഗത്തെ നേടണം. അവിടെ വ്യത്യാസമുണ്ട്. ആദ്യം അറിയണം, പിന്നെ അനുഷ്ഠിക്കണം, പിന്നെ നേടണം. ഇവിടെ അങ്ങനെയല്ല. അറിഞ്ഞാൽ മതി, അനുഷ്ഠിക്കാനില്ല, നേടാനുമില്ല. ആ വ്യത്യാസത്തെയാണ് അടുത്ത് പറയുന്നത്. ആ വ്യത്യാസം മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താണ്? മോക്ഷം പരിശ്രമിച്ച് നേടേണ്ട ഒന്നാണ് എന്ന് തിരിയും. ജ്ഞാനം പോര മോക്ഷത്തിന്, മറ്റെന്തോ വേണമെന്ന് തിരിക്കും. ശ്രമം പിന്നീട് അവശേഷിക്കും. മറിച്ച് അറിവ് തന്നെയാണ് അവസാനം. അറിവിനപ്പുറം മറ്റൊന്നില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ അറിവ് മതി മോക്ഷത്തിന്. പിന്നെ മോക്ഷത്തിന് വേണ്ടി വേറൊരു ശ്രമത്തിന്റെ ആവശ്യമില്ല. ഉണ്ടെന്ന് തന്നെ ശ്രമിക്കേണ്ടി വരും. അതാണ് വാക്യാർത്ഥ ബോധവും സമാധിയും തമ്മിലുള്ള വ്യത്യാസം. തത്വജ്ഞന് സമാധിയുടെ ആവശ്യമില്ല. പക്ഷേ താൻ അകൃതാർത്ഥനാണ്, എനിക്ക് മോക്ഷം വേണമെന്ന് ആഗ്രഹിച്ച പിന്നെ സമാധി വേണം. അത് അറിവിൽ വരുന്ന ഒരു ന്യൂനതയാണ് അവനെ സമാധിയിൽ പ്രേരിപ്പിക്കുന്നത്. അറിവിന്റെ പൂർണ്ണതയിൽ അറിവ് തന്നെ സമാധി. അതുകൊണ്ട് അവിടെ പിന്നീട് ശ്രമിച്ച് നേടാൻ യാതൊന്നുമില്ല. അതിനെ സംബന്ധിച്ചാണ് ഇവിടെ ചോദ്യം. അതിനാണ് സമാധാനം. ഇവിടെ രണ്ട് ഏവം ആത്മനിലബ്ധേ സർവം അനുലഭതേ തിരുതന്നു ആത്മനിജ്ഞാതേ സർവം അന്യത് ജ്ഞായതേ ജ്ഞാനേ പ്രകൃതകർത്ഥം ലാഭവും അപ്രകൃതവും ചെയ്ത്. ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ, തന്റെ പരമാർത്ഥം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇനി ബോധ്യപ്പെടാനൊന്നുമില്ല. ഉപദേശം അവസാനിക്കുന്ന അറിവിലാണ്. ഉപദേശം അവന്റെ ഉള്ളിൽ അറിവിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്താണ്? സ്വപ്രകാശമായ ആത്മാവ് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും തനിക്ക് താൻ ഈ സൃഷ്ടിയിൽ അനുപ്രവേശം ചെയ്തവായനായതുകൊണ്ട് തനിക്ക് അറിവ് ആവശ്യമാണ്. എന്തിനെക്കുറിച്ചുള്ള അറിവ്? തന്നെക്കുറിച്ച് തന്നെയുള്ള അറിവ്. താൻ സ്വയം പ്രകാശിക്കുന്നവനാണ്, പൂർണ്ണനാണെങ്കിലും തന്നെക്കുറിച്ചുള്ള അറിവില്ലാതെ തന്റെ ഈ സംസാരത്തിന് നിവൃത്തിയില്ല.
അത്തരം ഒരു അറിവിനെ കുറിച്ച് ജ്ഞാനേ പ്രകൃതി, അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കഥം ലാഭോ, അവിടെ പിന്നെ ഒരു നേട്ടത്തെക്കുറിച്ച് പറയുന്നു. പ്രവൃത്തിയിൽ നിന്ന് നേട്ടം ഉണ്ടാവും, അറിവിൽ നിന്ന് നേട്ടം ഉണ്ടാകത്തില്ല. അറിഞ്ഞു പിന്നെ പ്രവർത്തിക്കണം. കഥം ലാഭ പ്രകൃത ഉച്ചിതേ, അദ്വൈതത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ ഇതാണ്. ഇതിനെ അറിഞ്ഞാൽ പോരാ, പിന്നെ ഇവിടെ അനുഷ്ഠിക്കാനുണ്ട്. അതിനൊരു ഉദാഹരണം പറയുന്നതാണ്, പഞ്ചസാരയെ അറിഞ്ഞാൽ പോരാ, പിന്നീട് എന്താണ്, പിന്നെ അവിടെ എന്തോ ഇവിടെയൊക്കെ ചെയ്യണം, ചെയ്തറിയണം. ഇതങ്ങനെ, ഇതറിഞ്ഞാൽ മതി, അറിവ് മതി. ലാഭോ അപ്രകൃത, ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ, ആത്മബോധത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ അങ്ങനെ യത്നത്തിലൂടെ നേടിയെടുക്കേണ്ട ഒരു ലാഭത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അവിടെ ഒരു വ്യത്യാസമില്ലെന്ന് ചോദിക്കും. പഞ്ചസാരയെ കുറിച്ച് അറിയുക, പഞ്ചസാരയെ വായിലിട്ട് അനുഭവിക്കുക, അങ്ങനെ ഒരു വ്യത്യാസമില്ല. അത് ശരിയാണ്, പഞ്ചസാരയുടെ വ്യത്യാസമുണ്ട്, അറിവിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിവിലൊരിക്കലും പരോക്ഷം അപരോക്ഷം എന്നുള്ള ഒരു ഭേദമില്ല. അറിവ് സദാ അപരോക്ഷമാണ്, രണ്ടായി മാറാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ അറിവ് തന്നെ വിഷയങ്ങളെ സംബന്ധിച്ചാവുമ്പോൾ അത് വിഷയം പരോക്ഷമായും പ്രത്യക്ഷമായിരിക്കും. അതിന് പഞ്ചസാര വരെ പോകേണ്ട കാര്യമില്ല, ഹിമാലയത്തിൽ പോയാൽ. ഇവിടെ ഇരുന്ന് ഹിമാലയത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഹിമാലയം പരോക്ഷമായും, അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അപരോക്ഷമാകും. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളുടെയും ഉള്ളൂ ഈ പ്രത്യേകത. സ്വസ്വരൂപത്തിൽ ഇങ്ങനെ രണ്ടില്ല. ഇതിന്റെ അറിവെന്നോ ഇതിന്റെ അനുഭവമെന്നോ എന്ന് പറഞ്ഞാൽ അതൊന്നാണ്. ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് പിന്നീടൊരു എന്തോ നേടാനുണ്ട്, ഇനിയൊരു പ്രവൃത്തിയുണ്ട്. അപ്രകൃത ഉച്ചിതേ പറയുന്നു, ക്ഷമിക്കണം, ഇവിടെ ലാഭം എന്നുള്ളൊരു ഒരു ശബ്ദം ഉപയോഗിച്ചു പോയെന്നേ ഉള്ളൂ. അർത്ഥം ഇവിടെ ഒന്നെടുക്കാം. എന്താണ്? ജ്ഞാനലാഭ്യം രേഖാർത്ഥത്വസ്യ വിവക്ഷിതത്വം. ഇവിടെ അറിയുക, നേടുക എന്നൊക്കെ പ്രയോഗിച്ചെങ്കിലും സാധാരണ പറയാറുണ്ടല്ലോ ആത്മലാഭം, പരമാത്മലാഭം, സ്ഥലാഭം. അവിടെയൊക്കെ പറഞ്ഞാൽ അറിവെന്ന് തന്നെ എന്റെ അർത്ഥം. അവിടെ വേറെ എന്തെങ്കിലും അഭ്യാസത്തിലൂടെ നേടിയെന്നില്ല, തലവുത്തിൽ നിന്ന് നേടിയെന്നുള്ള കാര്യങ്ങൾ. ഇത് പറയുന്നത് അവസാനത്തെ കാര്യം പറയാണ്, തുടക്കക്കാരിയല്ല പറയുന്നത്. ശമന്തമാദികളൊക്കെ നേടണം, ഉപാസന നേടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടാൻ, ചിത്തശുദ്ധി നേടണം, കർമ്മം നേടണം, അവിടെയൊക്കെയുണ്ട്. ഇവിടെ പറയുന്നതെല്ലാം ഒടുങ്ങിയ സ്ഥലത്തെക്കുറിച്ച് പറയും. അവിടെ ജ്ഞാനമെന്നോ പറഞ്ഞാൽ ലാഭമെന്ന് പറഞ്ഞാൽ ഒരർത്ഥം തന്നെ, ജ്ഞാനം തന്നെ. ജ്ഞാനലാഭ്യോ രേഖാർത്ഥത്വസ്യ വിവക്ഷിതത്വം, അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. എന്തുകൊണ്ട് നിങ്ങൾ എന്തിന് കർമ്മം ചെയ്യുന്നു? കാരണം അവിടെ നേടേണ്ട ഒരു വസ്തുവുണ്ട്. കർമ്മം കൂടാതെ അത് സാധ്യമല്ല. പ്രാപഞ്ചികമായ എന്ന് വെച്ചാൽ ശാരീരികമോ ബൗദ്ധികമോ മാനസികമോ എന്തിനെ നേടാനായാലും ശരി, അവിടെ പരിശ്രമം ആവശ്യമാണ്. എന്താ, അറിവ് നേടണമെങ്കിൽ പരിശ്രമം വേണ്ടേ? പരിശ്രമിച്ചാലേ പറ്റൂ. ധനം നേടണമെങ്കിൽ പരിശ്രമിക്കുന്നു, വിദ്യയ്ക്ക് പരിശ്രമം, ധനത്തിന് പരിശ്രമം, സർവത്ര പരിശ്രമം ആവശ്യമാണ്. അത് അംഗീകരിക്കുന്നു. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ പരിശ്രമിച്ച് നേടേണ്ട ഒന്നല്ല. ഇവിടെ ആത്മനോഹ്യ അലാഭോ അജ്ഞാനം. നിങ്ങളെന്താ പറയുന്നത്? എനിക്ക് ആത്മലാഭം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നേ ഉള്ളൂ, തന്നിലുള്ള അജ്ഞാനത്തെ അംഗീകരിക്കുന്നു. ശ്രുതി എങ്ങനെയാണോ തന്നെ കുറിച്ച് ബോധിപ്പിക്കുന്നത്, തനിക്ക് ആ രീതി ബോധിക്കാൻ കഴിയുന്നില്ല എന്ന് ഞാൻ അറിയുന്നുണ്ട്.
എന്നെ സംബന്ധിച്ച് എനിക്ക് തൽക്കാലം അറിവില്ലായ്മയൊന്നുമില്ല. ഞാൻ എന്നെ സ്വാമിയായിട്ട് അറിയുന്നുണ്ട്, പുരുഷനായി അറിയുന്നുണ്ട്, എന്നെക്കുറിച്ച് ധാരാളം അറിവുണ്ട്. പക്ഷെ ശ്രുതി ബോധിപ്പിക്കുന്ന തരത്തിൽ അത് അറിയുന്നില്ല. അറിവില്ല എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയുണ്ട്. അറിവില്ലായ്മയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. എന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അതാണ് ആത്മനോഹി അലാഭവും. അതുകൊണ്ട് ഞാൻ പറയുന്നു, എനിക്ക് ആത്മലാഭമില്ല, സദ്ലാഭമില്ല. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, മോക്ഷത്തെ നേടണം, ബന്ധത്തെ ഉപേക്ഷിക്കണം, ഗുരുവിനെ സമീപിക്കണം, ശാസ്ത്രം ശ്രമിക്കണം, മനനം ചെയ്യണം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്താ ഇവിടെ ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നത്? എന്നെ അറിയുന്നില്ല, അത് തന്നെ. എന്നെ അറിയുന്നില്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് അജ്ഞാനം. ആണ് ആത്മനോ ഹ്യലാഭു അജ്ഞാനമേവ. ശരി, ഇതിനെന്താ പരിഹാരം? ഗുരുവിനെ സമീപിച്ച പരിഹാരമോ, ശാസ്ത്രത്തെ സ്വീകരിച്ച പരിഹാരമോ, തത്വമസി ശ്രവിച്ച പരിഹാരമാവും? എന്താ ഇതിന് പരിഹാരം? ആത്യന്തികമായ പരിഹാരം എന്താണ്? ആത്യന്തിക പരിഹാരം എന്താണ്? തസ്മാത് ജ്ഞാനമേവ ആത്മനോ ലാഭം. തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം. ആ ജ്ഞാനത്തിന് മുമ്പുള്ള ഒന്നും തന്നെ പരിഹാരമല്ല. അതൊന്നു മാത്രമേ പരിഹാരമുള്ളൂ. അതായത് ഇരുളിന് പരിഹാരം വെളിച്ചം മാത്രം. ഞങ്ങളുടെ കയ്യിൽ എണ്ണയുണ്ട്, തിരിയുണ്ട്, വിളക്കുണ്ട്, ഇതൊന്നും പരിഹാരമാണ്. അതുണ്ടായിരിക്കട്ടെ, ഇല്ലാതിരിക്കട്ടെ, ഇതിനെ പരിഹാരമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. അവിടെ ഇരുള് നശിക്കണമോ വെളിച്ചം? അതാണ് പറയുന്നത്. ഇവിടെ പറയുന്നു അവസാനത്തെ കാര്യം. അതുപോലെ ഇതിന് പരിഹാരം പറയുന്നു. ശ്രുതി ബോധിപ്പിച്ചത് തസ്സൃഷ്ടോ തദേവാനുപ്രവേശ ഏകമേവ അദ്വിതീയം ബ്രഹ്മം എന്ന് ശ്രുതി ബോധിപ്പിച്ചു. ശേതേകത്തിനും പറ്റിയതാണ്. ഏകമേവ അദ്വിതീയം എന്ന് ബോധിപ്പിച്ചു. അറിയില്ല, ഞാൻ അങ്ങനെയല്ല ധരിച്ചിരിക്കുന്നത്, എന്നെക്കുറിച്ച് ഏകമേവ അദ്വിതീയമായിട്ടല്ല. അതിനെന്താ പരിഹാരം? ആ അറിവില്ലായ്മ, അതിനെ ഇല്ലാതാക്കുന്ന അറിവ് അവിടെ ഉണ്ടാകും. ഏതൊരു അറിവുണ്ടായാലാണോ അറിവില്ലായ്മ ഇല്ലാകുന്നത്, ഏതൊരു വെളിച്ചം വന്നാലോ ആണോ ആ ഇരുളില്ലാതാകുന്നത്, ആ വെളിച്ചം വരണം. അതിനെന്ത് ഉപായങ്ങളെ സ്വീകരിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മുഖ്യമായ വെളിച്ചമാണ്. അതുകൊണ്ട് പറയുന്നു തസ്മാത് ജ്ഞാനമേവ ആത്മനോ ലാഭ. ആ ജ്ഞാനം തന്നെ സംബന്ധിച്ചുള്ള ആ അറിവില്ലായ്മയെ നീക്കുന്ന ആ ജ്ഞാനം, അതാണ്. അവിടെ ചെല്ലുക, എന്താ ഈ അറിവില്ലായ്മ? വെറുതെ ആൾക്കാർ ആവശ്യമില്ലാതെ തർക്കിക്കുന്നതാണ്. ആ അറിവില്ലായ്മ ഭാവമാണോ, അഭാവമാണോ, മറ്റെന്തെങ്കിലുമാണോ? അതിൽ കടിച്ചു തൂങ്ങി തർക്കിച്ചിട്ട് കാര്യമില്ല. തനിക്ക് ബോധ്യമുണ്ട് എന്താണോ, എനിക്ക് എന്റെ സ്വരൂപത്തെ അറിയില്ല, അതറിയും. ശ്രുതി ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു, ആചാര്യൻ ഉപദേശിക്കാൻ ശ്രമിക്കുന്നു. അവരൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ്? ശ്രുതിയും ആചാര്യനുമല്ല. എവിടെയാണോ ആ അറിവില്ലായ്മ സ്ഥിതി ചെയ്യുന്നത്, തന്നിൽ, ആ ശ്രോതാവിൽ, ആ അറിവില്ലായ്മയെ നീക്കുന്ന ബോധത്തെ ഉള്ളിൽ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത്രമാത്രം. ആ ബോധം പ്രകാശിച്ചാൽ തന്റെ ഉള്ളിൽ ആ അറിവില്ലായ്മ മാറും, വെളിച്ചം വന്നു, ഇരുള് പോകുന്നു. ഇതിനപ്പുറം ഇവിടെ മറ്റൊരു ലാഭവുമില്ല. അനാത്മലാഭവൻ അപ്രാപ്ത അപ്രാപ്ത ലക്ഷണാത്മലാഭവും. അല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ എന്തെങ്കിലും ഇങ്ങോട്ട് വന്നു ചേരുന്നില്ല. ഏതെങ്കിലും ഒന്ന് പുതിയതായി വന്നു ചേരുന്നില്ല. തന്നിൽ ഇതുവരെ ഇല്ലാതിരുന്ന ഒന്ന്, തന്നിൽ ഇരുന്ന ചിലത് മാറുന്നു, തന്നിലില്ലാതിരുന്ന അറിവില്ലായ്മ അത് മാറുന്നു. പുതിയൊരു സാധനം അവിടെ വന്നു ചേരുന്നില്ല. അറിഞ്ഞിട്ട് പ്രവർത്തിച്ചിട്ട് നേടുമ്പം വന്നു ചേരുന്ന ഒന്നും വന്നു ചേരുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പഞ്ചസാരയെക്കുറിച്ച് അറിഞ്ഞു, ശരി, അന്വേഷിച്ചു പോയി, അത് നേടി, അത് ഭക്ഷിച്ചു, ഭയങ്കര സുഖമുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ
ചില ഭാവനകൾ, അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ പരമാർത്ഥ സുഖം. അപ്പോൾ അറിവിനെ തുടർന്നുള്ള പ്രവൃത്തിയെ തുടർന്ന് വരുന്ന ഒരു ആനന്ദം, അങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത്. അറിവിൽ അവസാനിക്കുന്നു, അറിവാണ് അവസാനം. പിന്നെ ഒരു പ്രവൃത്തി, പിന്നെ ഒരു അനുഭവം, പിന്നെ ഒരു ആനന്ദം, അങ്ങനെ പ്രതീക്ഷിക്കും എന്തൊക്കെ ഭയങ്കരമായി സംഭവിക്കാൻ പോകുന്നു. ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല. എങ്ങനെ? ഈ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ആ അറിവിലുള്ള ദോഷങ്ങളാണ് ഇത്തരം കൽപ്പനകൾക്ക്, ഭാവനകൾക്കല്ല. ഇവിടെ പറയുന്നത്, ഇവിടെ അറിവിനപ്പുറമൊന്നുമില്ല. അറിവില്ലായ്മ ഇല്ലാതാകുന്നു. ഇത്രയേ സംഭവിക്കുന്നുള്ളൂ. നാനാത്മലാഭം, മറ്റെന്തെങ്കിലും നേടുന്നത് പോലെ അപ്രാപ്ത പ്രാപ്തി ലക്ഷണം ആത്മലാഭം. ഇതുവരെ പ്രാപിക്കാതിരുന്ന ഒന്നിനെ പ്രാപിക്കുക, തപസ് ചെയ്ത് പ്രാപിക്കുക, ധ്യാനം ചെയ്ത് പ്രാപിക്കുക, കർമ്മം ചെയ്ത് നേടുക, ശ്രവണം ചെയ്ത് നേടുക, മനനം ചെയ്ത് നേടുക. അങ്ങനെ ഒരു നേട്ടം ഇവിടെ ഇല്ല. അങ്ങനെയൊന്നും ഇല്ല. ഉപായങ്ങൾക്കെല്ലാം അതാതിന്റെ സ്ഥാനം. കർമ്മത്തിന് സ്ഥാനമുണ്ട്, ജപത്തിന് സ്ഥാനമുണ്ട്, ധ്യാനത്തിന് സ്ഥാനമുണ്ട്. അതാതിന്റെ സ്ഥാനങ്ങളെ നിഷേധിക്കുകയല്ല. പക്ഷെ അതാതിന്റെ സ്ഥാനങ്ങളിൽ എവിടെയെന്ന് തിരിച്ചറിയണം. ശ്രുതിയുടെ സ്ഥാനം എവിടെയാണ്? എവിടെയാണ് ഉപദേശത്തിന്റെ സ്ഥാനം? ഗുരുവിന്റെ സ്ഥാനം എവിടെയാണ്? സാധനകളുടെ സ്ഥാനം എവിടെയാണ്? ഇവിടെ പറയുന്ന അറിവ്, അതിന്റെ സ്ഥാനം എവിടെയാണ്? അത് എന്താണ്? മറ്റൊരു പ്രവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, പ്രവൃത്തിയിലൂടെ നേടേണ്ട ഒന്നിന്റെ തുടക്കമല്ല. എന്നാൽ അനാത്മലാഭവും അപ്രാപ്ത പ്രാപ്തി ലക്ഷണാത്മലാഭവും അപ്രാപ്തി അല്ല. എന്തുകൊണ്ട്? ലബ്ധവിയോ ഭേദ അഭാവ പറയുന്നു. ലബ്ധാവായിരിക്കുന്ന ആരാണ്? ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പറഞ്ഞെന്ന് ഇവിടെ ലബ്ധാവായിരിക്കുന്നത് നേരത്തെ പറഞ്ഞു എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നവൻ. ഈ കാണുന്നതെല്ലാം സ്വതസിദ്ധമായിരിക്കുന്ന ഏതെന്നിലാണോ? ഈ കാണുന്നതെല്ലാം ഏതെന്നിന്റെ മഹിമയാണോ? അതാണ് ലബ്ധാവ്. താൻ തന്നെ ലബ്ധാവ്. അതിന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പദാർത്ഥം. ഇനി തനിക്ക് ലബ്ധവ്യമായിരിക്കുന്ന എന്താണ്? അതിനാണ് നമ്മൾ പറയുന്നത് പരമാത്മാവ്, ബ്രഹ്മം, തത്പദാർത്ഥം എന്ന് പറയും. അപ്പോൾ നമ്മളെന്താ ശ്രമിക്കുന്നത്? ഈ തത്പദാർത്ഥ ജ്ഞാനത്തിലൂടെ തത്പദാർത്ഥ ജ്ഞാനത്തെ നേടാൻ ശ്രമിക്കുകയാണ്. ഇവിടെ പറയുന്നത് എന്താണ്? തയോർ ഭേദാഭാവ. ഇത് രണ്ടും തമ്മിൽ ഭേദമില്ല. പദാർത്ഥം തന്നെയാണ് തത്പദാർത്ഥം. ഇവിടെ രണ്ട് ജ്ഞാനം ഉണ്ടാകുന്നില്ല. തത്വമസിയൊക്കെ ചിലയിടത്തൊക്കെ വ്യാഖ്യാനിക്കുന്നതായിട്ട് നമുക്ക് തോന്നും ഇത് രണ്ട് ജ്ഞാനമാണ്. ഇവിടെ കിഞ്ചിജ്ഞനായ ജീവൻ, മറ്റിടത്ത് സർവജ്ഞനായ ജീവൻ. അപ്പോൾ ഇതിനെ കളയുക, അതിനെ കളയുക, ഇങ്ങനെയൊക്കെ വളഞ്ഞു ചുറ്റിപ്പോയി കഴിഞ്ഞാൽ എന്തോ രണ്ട് അറിവ്. ഇവിടെ പറയുന്നു അങ്ങനെയല്ല. ലബ്ധാവും ലബ്ധവ്യവും പദാർത്ഥവും തത്പദാർത്ഥവും തമ്മിൽ ഭേദാഭാവ. ഇവിടെ ഭേദമില്ല പരമാർത്ഥത്തെ സംബന്ധിച്ച്. ഇനി ഈ വ്യവഹാരത്തെ സംബന്ധിച്ച് നോക്കിയാലോ? ലബ്ധാവ് ഇതിനെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ, ലബ്ധവ്യം ഇത് താൻ അറിയേണ്ട ഇതെല്ലാം, അത് അറിവിൽ മാത്രം നിർത്തേണ്ട കാര്യമില്ല. എല്ലാം ഈ ചൈതന്യം വ്യവഹാരമാണ്. ലബ്ധാവ് ഇതിനെല്ലാം അറിയുന്നവൻ, ഇതിനെല്ലാം ആഗ്രഹിക്കുന്നവൻ, ഇതിനെല്ലാം നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നവൻ. ലബ്ധവ്യം അവന്റെ അറിവിന് വിഷയം, അവന്റെ ആഗ്രഹത്തിന്റെ വിഷയം. അവൻ പ്രവൃത്തിയിലൂടെ നേടുന്നതെല്ലാം ലഭ്യമായി. ഇതിൽ ഭേദമില്ല. മുമ്പ് പറഞ്ഞു എന്താണോ? ഇതെല്ലാം ഒന്നിന്റെ മഹിമയാണ്, ഇതെല്ലാം സ്വതസിദ്ധമാണ്. അങ്ങനെ ഇരിക്കെ ഇവിടെ ആത്മലാഭം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വരൂപബോധം തന്നെ. അത് അജ്ഞാന സംശയാദി
ദോഷങ്ങൾ ഇല്ലാതെയുള്ള ആ ബോധം. എന്നാലും ഒരു വിഷയം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആത്മാവിൽ പരോക്ഷം പരോക്ഷ ജ്ഞാനം അപരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നു, സാധാരണ പറയാറുണ്ട്. അപ്പോൾ ജ്ഞാനത്തിൽ ആ ഭേദമില്ലെങ്കിലും പരോക്ഷം അപരോക്ഷം എന്നുള്ള ആ വ്യവഹാരം എന്തുകൊണ്ട് വരുന്നു? എനിക്ക് പരോക്ഷമായിട്ടറിയാം. നമ്മൾ പറയും ഈ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഇതിനെ കേട്ടപ്പോൾ പരോക്ഷമായിട്ട് ഞാൻ അറിഞ്ഞു, എന്നാൽ എനിക്കതിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നില്ല എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. നമ്മുടെ അനുഭവത്തെ വെച്ച് തന്നെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിലൊരു പരോക്ഷതയും അപരോക്ഷതയും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും എന്താണ്, അത് ആ പഞ്ചസാര പോലെയാണ്, കേട്ടറിഞ്ഞു പക്ഷെ അനുഭവം വരുന്നില്ല. എന്തുകൊണ്ടിങ്ങനെ പരോക്ഷ അപരോക്ഷം നമ്മൾ ഇതിൽ കൽപ്പിക്കുന്നു? ഇതൊരു കൽപ്പനയാണ്. എന്തുകൊണ്ടത് കൽപ്പിക്കുന്നു? കാരണം നേരത്തെ പറഞ്ഞല്ലോ, ആ വിശദീകരിച്ചാണ് പഞ്ചസാരയുടെ കേട്ടറിയും പഞ്ചസാരയുടെ അനുഭവം അറിയും എന്ന് പറയുന്നത് പോലെ ഒരു വ്യത്യാസം നമ്മൾ സങ്കല്പിക്കുന്നു. ഒരു കൽപ്പനയാണ്. അതിന് കാരണം എന്താണ്? ഈ ഉപദേശത്തിൽ നിന്ന് ഒരുവന്റെ ഉള്ളിൽ ആ ബോധം ഈ അജ്ഞാനത്തെ മാറ്റത്തക്ക രീതി ആ ബോധം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ആ ബോധം ഉണ്ടാകുന്നതിനുള്ള യോഗ്യതകളില്ലാതെ നനഞ്ഞ തിരി കത്താത്തതുപോലെ, അതിന് പ്രകാശം പ്രകടമാകാത്തതുപോലെ ആ യോഗ്യത ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, തന്റെ യോഗ്യതയില്ലാത്തതുകൊണ്ട്, വാസ്തവത്തിൽ ആ പരോക്ഷത തന്റെ യോഗ്യതയിലാണ്. അവിടെ പറയുന്നത് എന്താണ്? എനിക്ക് ആ അനുഭവം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അവിടെ താൻ അതിനെക്കുറിച്ച് താൻ ഒന്നും ശ്രവിക്കാതിരുന്നെന്നല്ല, ആ ശ്രവണത്തിൽ നിന്ന് തനിക്ക് ബോധം ഉണ്ടായില്ലെന്നല്ല, പക്ഷെ എനിക്കത് അനുഭവമില്ലെന്നാണ് പറയുന്നത്. എന്താണോ താൻ ധരിച്ചത് അതിൽ അജ്ഞാന സംശയ വിപരീയ ദോഷങ്ങൾ കൂടിയുണ്ട് എന്നതിനർത്ഥമാണ്. അജ്ഞാനാദി ദോഷങ്ങളോടുകൂടി ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ പറയുന്നു അതിനെ പരോക്ഷമാണ്. ആ ദോഷങ്ങൾ മാറുമ്പോൾ പറയുന്നു അപരോക്ഷമാണ്. അവിടെ ആ ജ്ഞാനത്തിലൊരു വ്യത്യാസം, ജ്ഞാനത്തിൽ എന്തോ ചിലത് കലർന്നിരിക്കുന്നു, വെളിച്ചത്തിൽ ഇരുള് കലർന്നിരിക്കുന്നത് പോലെ. അതുകൊണ്ട് പരോക്ഷം അപരോക്ഷം എന്നുള്ള ഒരു വ്യത്യാസത്തെ ജ്ഞാനത്തിന് ആരോപിക്കുകയാണ്. അത് കൽപ്പനയാണ്. ആ കൽപ്പനയും മാറിയാൽ നമ്മൾ ആരോപിക്കുന്ന പരോക്ഷ അപരോക്ഷ കൽപ്പന ജ്ഞാനത്തിൽ നിന്ന് അത് മാറിക്കഴിഞ്ഞാൽ ഇത് സാക്ഷാത് അപരോക്ഷ എന്ന് പറയുന്നത് പോലെ ഇത് സദാപരോക്ഷം തന്നെയാണ് ഈ ജ്ഞാനം. ആ ജ്ഞാനം തന്നിലുള്ള അറിവില്ലായ്മയെ ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച്, സ്വസ്വരൂപത്തെ സംബന്ധിച്ച്, ആത്മബോധത്തെ സംബന്ധിച്ച് ലബ്ധാവ് ലബ്ധവ്യം എന്നൊരു ഭേദമില്ല. ഈ വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിതൊക്കെ അറിയുന്നവനും ഞാനിതൊക്കെ നേടുന്നവനും ഇതെല്ലാം എൻ്റെ നേട്ടവും എന്നുള്ള ഭേദം നിലനിൽക്കുന്നുണ്ടെങ്കിലും തന്നെ സംബന്ധിച്ചറിയുമ്പോൾ അത് തൻ്റെ തന്നെ സ്വരൂപമായിരുന്നു. തൻ്റെ സ്വരൂപത്തെയാണ് ആത്മാവെന്ന് പറയുന്നത്. മറ്റു വിഷയങ്ങളുടെ ജ്ഞാനത്തെ പോലെ നമുക്ക് വിഷയജ്ഞാനം മാത്രമേ പരിചയമുള്ളൂ. സ്വസ്വരൂപത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ആ വിഷയജ്ഞാനത്തെക്കുറിച്ചുള്ള ആ അറിവുമായി താരതമ്യം ചെയ്ത് സ്വരൂപജ്ഞാനത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. പക്ഷെ ഗത്യന്തരമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഓരോ ദൃഷ്ടാന്തങ്ങളെടുക്കും, ഓരോ ഉപമകളെ സ്വീകരിക്കും. മറ്റൊരു ഉപായമില്ലാത്തതുകൊണ്ടാണ് ഉപമകളോ ദൃഷ്ടാന്തങ്ങളോ പൂർണ്ണമായി ശരിയല്ല. ഇതെന്താണ്? ദൃഷ്ടാന്തശൂന്യമാണ്. ദൃഷ്ടാന്തോ നൈവദൃഷ്ട അല്ലേ പറയുന്നത്. ഇതിനൊരു ദൃഷ്ടാന്തമില്ല. എന്തിന്? ആത്മാവിനൊരു ദൃഷ്ടാന്തമില്ല, ആത്മാനുഭവത്തിനൊരു ദൃഷ്ടാന്തമില്ല, അജ്ഞാനനാശത്തിനൊരു ദൃഷ്ടാന്തമില്ല. എന്നാലും ബാഹ്യമായി
മനസ്സ് വ്യവഹാര ഉന്മുഖമായതുകൊണ്ട് വ്യാവഹാരികമായ അറിവും അറിവില്ലായ്മയും സദാ ഉള്ളതുകൊണ്ട് ചില ദൃഷ്ടാന്തങ്ങളെ സ്വീകരിച്ച് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൂ. പരമാർത്ഥത്തിൽ എന്താണ് അവിടെ ലബ്ധാവ് ലബ്ധവ്യം എന്നൊരു ഭേദമില്ല. അത് ഭേദശൂന്യമായ അവസ്ഥയാണ്. അതുകൊണ്ട് അവിടെ ഇതിന്റെ എല്ലാ ആധ്യാത്മികതയുടെ അവസാനം എന്ന് പറയുന്നത് എന്താണ്? ആ സ്വരൂപബോധത്തിലാണ്. സർവഭേദശൂന്യമായ ആത്മബോധത്തിലാണ് ഞാനിവിടെ പറയുന്നത്.